നമ്മൾ എന്നും പലതരത്തിലുള്ള കാരണങ്ങൾ പറയാറുണ്ട്. പിന്നെ അമിതവണ്ണം വരാനുള്ള കാരണങ്ങളും അതേപോലെ അത് കാരണം കൊണ്ടുള്ള രോഗങ്ങൾ വരാനുള്ള കാരണങ്ങളും പലതും പറയാറുണ്ട്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ സെക്ഷൻ ആയിരിക്കും. കാരണം നമ്മൾ അധികം സംസാരിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും അതേപോലെ ടെൻഷനുകൾ കാരണം സ്ട്രെസ് കാരണം വരുന്ന ഹോർമോണൽ ചേഞ്ചസും അതേപോലെ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടുവരുന്ന അമിതവണ്ണവും ബുദ്ധിമുട്ടുകളും. അപ്പോൾ ഇന്നുള്ള സെഷൻ നമ്മുടെ പിന്നെ സിവ ഹെൽത്ത് ടീമിന്റെ ഒരു ഒരു ഭാഗമായിട്ടുള്ള സെറീൻ വെൽനസ് എന്ന് പറയുന്ന നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ അവിടെ നിന്നുള്ള നമ്മുടെ പ്രഗത്ഭരായ നമ്മുടെ മുസമ്മിൽ സർ ആയിരിക്കും ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ മാനസികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും അതേപോലെ എങ്ങനെ മെന്റൽ പോസിറ്റിവിറ്റി നമ്മളെ ഹെൽത്തിൽ നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റും, അതേപോലെ എങ്ങനെ നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ നമുക്കത് വലിയ വലിയ സ്റ്റെപ്സ് ആയി മാറും. ചെറിയ സ്റ്റെപ്സ് ആണെങ്കിലും വളരെ പിന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ള നല്ല നല്ല സ്റ്റെപ്പുകളാണ് അതൊക്കെ, പ്രത്യേകിച്ച് പിന്നെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളവർക്ക്. അപ്പൊ എല്ലാവരും കേൾക്കുക. നമുക്ക് എത്ര സ്ട്രെസ് ഇല്ല എന്ന് വിചാരിച്ചാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യങ്ങൾ എന്തെങ്കിലും തീർച്ചയായും എല്ലാത്തിലും നമുക്ക് പഠിക്കാനുണ്ടാവും. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. പിന്നെ അവസാനം നിങ്ങൾക്ക് ചോദ്യോത്തര വേളയും ഉണ്ടാവും. സാറിന്റെ ഹെൽപ്പൊക്കെ വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിനുശേഷം ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് സാറിന്റെ മുസമ്മിൽ സാറിൻ്റെതായിരിക്കും ഇന്നത്തെ ക്ലാസ് കേട്ടോ. ഓക്കെ ഡോക്ടർ. ഹലോ ഹലോ, കേൾക്കാമോ? കേൾക്കാം സർ. ഓക്കെ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. പിൻ ചെയ്തേക്കോ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിയബിൾ ആണോ? അതെ അതെ, ഓഡിയബിൾ. യെസ് സാർ, ഓക്കെ ആണല്ലേ. കേൾക്കാം. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും മനസ്സിന്റെ അടിത്തട്ടുന്ന ഒരു നല്ല അപ്രിസിയേഷൻ അറിയിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാല് നിങ്ങള് കേരളത്തിൽ തന്നെ അറിയപ്പെട്ടിട്ടുള്ള വെയിറ്റ് ലോസ് എക്സ്പേർട്ടിന്റെ ഒരു നല്ലൊരു ഡയറ്റിംഗ് ടീമിൽ ജോയിൻ ചെയ്തെന്നുള്ളത് തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും ഒരു കൈയിടേറെയാണ്, നല്ലൊരു മനസ്സറിഞ്ഞിട്ടുള്ളൊരു സന്തോഷങ്ങൾ അറിയിക്കാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചു എന്നുള്ളതാണ്, നിങ്ങളെല്ലാം ഈ ഒരു ടീമിൽ ജോയിൻ ചെയ്തു എന്നുള്ളതിന്റെ ഏറ്റവും നല്ലൊരു കാര്യം എന്നുള്ളത്. കാരണം പലരും പല ജോലി തിരക്കുകൾക്കിടയിലും അവർക്ക് സ്വന്തം ശരീരത്തെ നോക്കാൻ സമയം ഉണ്ടാവാറില്ല. വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അവർ അധ്വാനിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, ജോലി കാര്യങ്ങൾ തിരക്കിൽ, ബിസിനസ് കാര്യങ്ങളിലൊക്കെ തിരക്കിലായിട്ടുള്ള ആളുകൾ സ്വന്തം ശരീരത്തിന്റെ അല്ലെ സ്വന്തത്തിന് വേണ്ടിയിട്ട് ഒരു സമയം ചിലവഴിക്കാൻ പലപ്പോഴും കിട്ടാറില്ല. അപ്പോൾ നിങ്ങള് മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തരായിട്ട് നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചു എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള പ്രത്യേകത എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ എന്നെ പരിചയപ്പെടുത്ത, എൻ്റെ പേര് മുസമ്മിൽ എന്നാണ്, സെറീൻ വെൽനസ് ഹബിലെ സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. എല്ലാവരും ഹാപ്പി അല്ലേ? ഹലോ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ
ശാരീരിക ആരോഗ്യത്തെ പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ മാനസികാരോഗ്യം എന്നുള്ളത്. ഇവിടെ നമ്മൾക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്ത ആളുകൾ, അതുപോലെ തന്നെ മറ്റു ഹെൽത്ത് പ്രോബ്ലംസിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്ത ആളുകൾ ഉണ്ടാവും. ഈ നമുക്ക് ഉണ്ടാവുന്ന വെയിറ്റ് നമ്മുടെ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ അന്വേഷിച്ചാല്, നമ്മൾക്ക് പല സമയങ്ങളിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ശരീരത്തിന്റെ ഫിറ്റ് അനുസരിച്ചിരിക്കും മനസ്സിന്റെ ഫിറ്റ്. പലപ്പോഴും വെയിറ്റ് കൂടിയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ബയോളജിക്കലി ആയിട്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ബയോളജിക്കലി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതോടുകൂടെ തന്നെ മാനസികമായിട്ടും അവർ തളരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഈ വെയിറ്റ് കൂടിയതിന്റെ പേരിലായിരിക്കും. വെയിറ്റ് കൂടുന്നതിന്റെ ബയോളജിക്കലി ആയിട്ടുള്ള റീസണാണ് അവർക്ക് ഉണ്ടാവുക, പെട്ടെന്ന് തളരുക, ആളുകളെ മുമ്പിൽ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും വളരെ ക്ഷീണം ഉണ്ടാവുന്ന ഒരവസ്ഥയിലേക്കൊക്കെ മാറുന്ന ഒരവസ്ഥ. അതേപോലെ തന്നെ അതിന് മറ്റൊരു കാര്യം എന്നുള്ളത് സോഷ്യലായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ എന്നുള്ളതാണ്. ഒറ്റപ്പെടുക, ആളുകളോട് സംസാരിക്കാൻ പറ്റാതിരിക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് ഒരു മാറുന്നൊരവസ്ഥ. അപ്പോ ഇത് പരസ്പരം പൂരകങ്ങളാണ്. നമ്മുടെ വെയിറ്റ് ലോസ്, അതായത് നമ്മുടെ ശാരീരിക ആരോഗ്യവും മാനസികാരോഗ്യവും എന്ന് പറയുന്നത് പരസ്പരം രണ്ടും കണക്റ്റഡ് ആണ്. മനസ്സിന്റെ ആരോഗ്യം, ശരീരത്തിന്റെ ആരോഗ്യം രണ്ടും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിന് ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ ശരീരത്തിനും ആരോഗ്യം നഷ്ടപ്പെടാൻ അത് കാരണം. ശരീരത്തിന്റെ ആരോഗ്യം അത് മാനസികാരോഗ്യം നഷ്ടപ്പെടാൻ കാരണം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്താണ് ഈ ശരിക്കും മാനസികാരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ അഭിപ്രായത്തിൽ മനസ്സിന്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാള് നല്ലൊരു മാനസികമായിട്ട് നല്ല ഫിറ്റ് ആണ് ഉള്ളതിന്റെ ഒരു അടയാളം എന്താ? മനസ്സിന്റെ പറഞ്ഞോളൂ. ടെൻഷൻ ഫ്രീ ഒരു വിഷമോ കാര്യങ്ങളോ, അതായത് ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവുണ്ടാവാം. ഓക്കെ ഓക്കെ. പിന്നെ എനർജറ്റിക് ആയി പോസിറ്റീവ് തിങ്കിങ് പോസിറ്റീവ് തിങ്കിങ്. പിന്നെ ഞാനെപ്പോഴും പറയില്ലേ, എപ്പോഴും ഹലോ. അപ്പൊ ഒരിക്കലും നമുക്ക് എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടാവുക എന്നുള്ളതോ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളതൊന്നല്ല മാനസികാരോഗ്യം എന്നുള്ളത് അല്ലെ. നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ ഓരോ സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ അതിനോട് ട്രീറ്റ് ചെയ്യുന്നത്, അതിനൊരു നല്ലൊരു ഒരു ആരോഗ്യപരമായ രീതിയിലാണ് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ, അതിനെ ഓവർകം ചെയ്യുന്നതെങ്കിൽ നമുക്ക് മാനസികാരോഗ്യം ഉണ്ടെന്ന് പറയാം അല്ലെ. ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, റിലാക്സേഷനിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, നമ്മുടെയായിട്ടുള്ള എന്ത് വിഷയങ്ങളും നമ്മളൊരു വിഷയത്തെ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്, അത് നമ്മുടെ മനസ്സിനെ എത്രത്തോളം ബാധിക്കുന്നു, ആ ബാധിച്ച വിഷയങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് അല്ലെ. ഈ ഒരു കാര്യമാണ് ശരിക്കും മാനസികാരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമുക്കുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളെയും, അത് ചിലപ്പോൾ ചെറിയൊരു പ്രശ്നമായിരിക്കും, അതായിരിക്കും ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ആളുകൾ അവതരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാല് ഈ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് ശാരീരിക ആരോഗ്യം കൂടി ഉണ്ടാവാൻ അത് കാരണം. അല്ലേ? വെള്ളമുണ്ട് കൈകാര്യം പഴയ ടി വി അതപ്പാന്റെ റൂമിൽ നൈറ്റാ ടി വി. ഹലോ, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്, ഇടക്ക് മുറിഞ്ഞു പോവാണ്. കേൾക്കാൻ പറ്റുന്നുണ്ട് സർ. എന്താണെന്നറിയോ, പുറത്തുള്ള സൗണ്ടുകൾ വരുന്നു, ഔട്ട്സൈഡ് സൗണ്ട് എല്ലാവരുടെയും ഓഫ് ചെയ്യുന്നത്. അവരുടെ സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ചാലാണ് ഇത് ക്ലിയർ ആവുള്ളൂ സർ.
ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ മാനസികാരോഗ്യം അത്രത്തോളം പ്രധാനമാണെന്ന് ഞാൻ പറഞ്ഞത് അല്ലേ? ഒരു മാനസികാരോഗ്യം ഇല്ലാത്ത ഒരാളുടെ അല്ലെ മാനസികമായിട്ട് ഫിറ്റ് അല്ലാത്ത ആളുകളുടെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമല്ല, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള റീസൺസുകൾ എന്ന് പറഞ്ഞോളൂ. ഒന്നിനും താങ്ങാനുള്ള അതിജീവിക്കാനുള്ള കഴിവില്ലായ്മ, എന്ത് പ്രശ്നങ്ങൾ അതെ അതെ, വന്നാലും ഒന്നിനോട് താല്പര്യം ഉണ്ടാവില്ല, താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറും. അതെ ഒന്നിനോട് താല്പര്യം തോന്നില്ല, വെറുതെ ഇങ്ങനെ ഐഡിയൽ ആയിട്ട് ഇരിക്കണം തോന്നും, ഓവറായിട്ട് ക്ഷീണം തോന്നും. ഞാൻ അതെ ഫേസ് ചെയ്യുന്ന അതെ. ഒരു കാര്യങ്ങളായിട്ടോ പറയുന്നേ. ഓക്കെ ഞാനിപ്പോ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഒരുപാട് അസുഖങ്ങൾ ഉള്ളതുകൊണ്ടേ അതെ. ആ ഒരു ഇതിലേക്ക് ആയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ ഈ ഒരു വിഷയങ്ങൾ നമുക്ക് ഉണ്ടാവുന്നത് ഒന്ന് നമ്മുടെ ഇപ്പൊ ഒരാൾക്ക് വെയിറ്റ് കൂടുക എന്നുള്ളത്, വെയിറ്റ് കൂടുന്നത് കൊണ്ട് നമുക്ക് സംഭവിക്കുന്ന സംഗതി ഹോർമോണൽ ഇംബാലൻസിങ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും അമിതമായിട്ടുള്ള ഭാരം ശരീരത്തിലേക്ക് വരുമ്പോൾ ശരീരത്തിന്റെ എല്ലാ ഓർഗാൻസിനും സാധാരണ ഉള്ളതിനേക്കാൾ അധികമായിട്ട് എന്താവും, അതിന് വർക്ക് ചെയ്യേണ്ടി വരും. ഇത് കൂടുതൽ എനർജി ചെലവാക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് ഒരു കാരണം ഉണ്ടാവും, വല്ലാത്ത ക്ഷീണമാണ്, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല, അല്ലെങ്കിൽ മടിയാവുന്നത്, അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് കാരണമാവുന്ന എന്തായിരിക്കും, ഈ ഒരു വിഷയമായിരിക്കും. അതായത് നമുക്ക് അമിതമായിട്ടുള്ള ഒരു വെയിറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ ആ വെയിറ്റ് കൊണ്ട് നമുക്ക് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. തന്നെ ഞാൻ പറഞ്ഞത് രണ്ട് പരസ്പരം പൂരകങ്ങളാണെന്ന് പറഞ്ഞത്. അപ്പൊ വെയിറ്റ് കൂടുന്നത് കൊണ്ട് നമ്മള് മടി ഉണ്ടാവാനും അതേപോലെ തന്നെ പേടി കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാനസികമായി തളരാൻ കാരണമാകും. അതിന്റെ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബയോളജിക്കലി ആയിട്ടുള്ള പ്രശ്നങ്ങൾ. അതായത് നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടായിട്ട് മാനസികമായിട്ട് നമ്മൾ തളരും. അതായത് എനിക്ക് എന്നെ കൊണ്ടൊന്നിനും പറ്റുന്നില്ല, തീരെ വയ്യ, ഒന്നിനും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നിനും മൂഡില്ല, ഇങ്ങനത്തെ ഒരു അവസ്ഥകൾ ഉണ്ടാവാറില്ലേ? ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് വലിയ അസുഖമൊന്നുമില്ല, ഡോക്ടറെ അടുത്ത് പോയാൽ കാണിക്കാൻ മാത്രം വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരു വിഷയങ്ങളൊന്നും പറയില്ല. മറിച്ച് നമുക്ക് ഫീൽ ചെയ്യാണ് എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല, എനിക്ക് ഒരു മൂഡില്ല എന്നൊരു അവസ്ഥയിലേക്ക് മാറാറുണ്ട് അല്ലേ? അപ്പൊ ഈ ഒരു വെയിറ്റ് കൂടുക എന്നുള്ളൊരു കാരണം കൊണ്ട് നമുക്ക് ഈ ഒരു വിഷയം ഉണ്ടാവും, എപ്പോഴും ഒരു താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറും. ഈ രണ്ടാമത്തെ ഒരു കാരണം എന്നുള്ളത് മാനസികമായിട്ട് തളരുന്നത് നമ്മള് സോഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെ. എന്താ പറഞ്ഞാൽ ഒരു വെയിറ്റ് കൂടിയിട്ടുള്ള രണ്ട് രീതിയിൽ മൂപ്പരെ ബാധിക്കും. ഇയാള് ആളുകളുടെ അടുത്തേക്ക് പോകുമ്പേ കമ്പാരിസൺ ഉണ്ടാവും നല്ലോണം, ഞാൻ അത്ര പോരാ, അല്ലെങ്കിൽ എനിക്ക് മറ്റു ആളുകളുടെ അത്ര പറ്റുന്നില്ല, എനിക്കൊന്നും സംസാരിക്കാൻ, അല്ലെങ്കിൽ ഞാൻ ആകെ തടി കൂടിയിട്ടുള്ളതാണ്, പൊണ്ണത്തടി. ഒരു സൊസൈറ്റിന്റെ ഒരു ഇതാണ്, കൺസെപ്റ്റ് ആണ് ഇത്. തടിയുള്ള ആളുകള് പിന്നെ ഹെൽത്തി അല്ല, അല്ലെങ്കിൽ തടിയുള്ള ആളുകൾക്ക് പിന്നെ കാണാൻ രസമില്ല എന്നുള്ള ഒരു തോന്നലുണ്ടല്ലോ. അത് നമ്മൾ അങ്ങ് ഏറ്റെടുക്കുമ്പോ നമ്മുടെ മനസ്സിന് എന്താ പറയാ, ഒരു ആളുകളിൽ നിന്ന് പിൻവാങ്ങുന്നു, ആളുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാനും ലോൺലിനെസ് ഉണ്ടാവാനൊക്കെ ഒരു കാരണമാകും. അപ്പൊ ഈ വെയിറ്റ് ലോസിന്റെ ഒരു കാരണമാണ് ഞാൻ പറയുന്നത്. വെയിറ്റ് ലോസ് കൊണ്ട് നമ്മുടെ മാനസികാരോഗ്യത്തെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇതിലൂടെ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് കഴിവുകൾ ഉണ്ടാവും. ചിലപ്പോൾ ഒരുപാട് ആളുകളോട് സംസാരിക്കുന്ന ആളായിരിക്കും, നല്ല വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കും. പക്ഷെ ഈ ഒരു പേടി, ഈ ഒരു മടി, ഈ ഒരു സംഗതികൾ ഉണ്ടാവുമ്പോൾ അവന് സമൂഹത്തിൽ നിന്നൊക്കെ ഒറ്റപ്പെടാൻ അത് റീസൺ ആവുന്നത്. മാത്രമല്ല സ്വയം സെൽഫ് ബ്ലെയിമിങ് നല്ല രീതിയിൽ ഉണ്ടാവും. ഞാൻ അത്ര പോരാ, അല്ലെങ്കിൽ ഞാൻ ഇത്ര ഈ രീതിയിലാണ് എന്നുള്ള രീതിയിൽ പരമാവധി സ്വന്തത്തെ എന്താക്കുക, ബ്ലെയിം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറാറുണ്ട്. അപ്പൊ നമ്മുടെ ഈ വെയിറ്റ് ലോസ് എന്നുള്ളൊരു സംഭവം നമ്മുടെ മനസ്സിനെയും കൂടി നമ്മൾ പാകപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇതിന്റെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മുടെ ശരീരം നമ്മൾ അൺകൺട്രോളബിൾ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡി ലാംഗ്വേജ് മൊത്തം വീക്കാവും. അതായത് നമ്മൾ ഒരു ബോഡി ലാംഗ്വേജ് പ്രോപ്പർ അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ തകരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ടെൻഷൻ ആവുന്ന സമയത്ത് എല്ലാവരും എങ്ങനെ ഇരിക്കുക, വീഡിയോയിൽ വന്ന ആളുകളായുള്ള ഒരാൾ ടെൻഷൻ ആണെങ്കിൽ അയാൾ എങ്ങനെ ഇരിക്കുക, ആരും വീഡിയോയിലില്ലേ? ഗ്ലൂമി ആയിട്ടിരിക്കും. വളരെ ഗ്ലൂമി ആയിട്ട്, വളരെ ശരീരമൊക്കെ മൊത്തം തളർന്നിട്ട് മൊത്തം കുഴഞ്ഞൊരു മട്ടിലാണ് ക്ലാസ് എവിടെയാണെങ്കിലും ഇരിക്കുക. ഒരാളെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എത്ര നല്ല ആരോഗ്യമുള്ള ആളാണെങ്കിലും അയാള് പിന്നെ ഒരു ടെൻഷൻ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അയാൾ ശാരീരികമായിട്ട് മൊത്തത്തിൽ ഒരു ഡൗൺ ആയ ഫീലിംഗ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് ഈ വെയിറ്റ് കൂടുന്ന സമയത്ത് സംഭവിക്കുക. വെയിറ്റ് കൂടുന്ന സമയത്ത് നമ്മൾ
വളരെ ഫിറ്റായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരം നമ്മൾ എന്താക്കും, തളർത്തിയിട്ട് ഫീൽ ചെയ്യും. ആ സമയത്ത് നമുക്ക് ഒരു മാനസികമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു ടെൻഷനും ഉണ്ടാവില്ല. പക്ഷെ ഇത് നമ്മുടെ മനസ്സിന്റെ ഒരു മെക്കാനിസം ആണ്. എന്താണെന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരം ആ ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് മാറി വരികയാണ്. ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്, എനിക്ക് എന്തോ വരാൻ പോവുകയാണ്, ഒരു അപായത്തിലാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ശരീരത്തിൽ നെഗറ്റീവ് ഹോർമോൺസ് ഉണ്ടാക്കുകയും നമുക്ക് എന്തോ ശരീരം മൊത്തം ചൂടാവുന്ന ഒരു ഫീലിംഗ്, ശരീരം മൊത്തത്തിൽ ഒന്ന് തളരുന്ന ഒരു ഫീലിംഗ്, ഒന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതേ കാര്യമാണ്. നമ്മൾ വെയിറ്റ് കൂടുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ സംസാരം, നമ്മുടെ ഇടപെടലൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലേ? ഫീൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെ? ഓക്കെ. അപ്പൊ ശരീരത്തിന്റെ ഫിറ്റ് എന്ന് പറയുന്നത് അത് മനസ്സിന്റെ ഫിറ്റിനെ ആസ്പദമാക്കി കിടക്കുകയാണ്. മനസ്സിനോട് അത്രത്തോളം ബന്ധപ്പെട്ടെടുക്കുകയാണ്. രണ്ടും പരസ്പര പൂരകങ്ങൾ തന്നെയാണ്. നമ്മൾ ഈ ശരീരം ഫിറ്റ് ആകുന്ന സമയത്ത് ശരീരത്തിന് വേണ്ട നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണങ്ങളും മാത്രമല്ല, നമ്മൾ ശ്വസിക്കുന്ന ഈ വായു വരെ നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിലുള്ള എനർജിയാണ് പാസ് ചെയ്യുന്നത്. ആ എനർജി പ്രോപ്പർ ആയ രീതിയിൽ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ, നമ്മുടെ ബ്രീത്തിങ് വരെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ല എങ്കിൽ നമ്മുടെ ശരീരത്തിന് നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ടാവും. ശരീരത്തിന് മാത്രമല്ല, അത് ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണ്. ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആവുമ്പോൾ തന്നെ നമുക്ക് ഈ വെയിറ്റ് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ശരീരത്തിൽ വേറെ എന്തെങ്കിലും വേദനകൾ ഉണ്ടാകുന്ന സമയത്ത് ഇത് നമ്മുടെ മെന്റൽ ഹെൽത്തിനൂടെ ഇത് ബാധിക്കുകയാണ്. അവിടെ ബ്ലോക്ക് ആവുകയാണ്, എനിക്ക് എന്തൊക്കെയോ അസുഖം വരാൻ പോവുകയാണ്. ഒരു പെയിന് വരുമ്പോൾ സാധാരണ ഒരാൾ ഒരു മുള്ളു കുത്തിയാൽ ഇത് മുള്ളു കുത്തിയത് കൊണ്ടാണ് വേദന എന്ന് നമുക്ക് കഴിഞ്ഞാൽ അവിടെ പേടികളില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷെ നമുക്ക് കാരണം അറിയാത്ത ചില വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ, ചില വേദനകൾ ഉണ്ടാവുമ്പോൾ അത് ഒരു ഫിസിക്കൽ വേദന എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ മെന്റൽ വേദന എന്നുള്ളതിലേക്ക് കൂടി മാറുമ്പോഴാണ് നമ്മളാകെ തളരെ, എനിക്ക് ഇന്ന അസുഖമുണ്ട്, എനിക്ക് ഈ അസുഖങ്ങളുണ്ട്, ഞാനൊരു അസുഖമുള്ള ആളാണ് എന്നുള്ളൊരു കാര്യം നമ്മളും കൂടി അങ്ങ് ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ശരീരം ചെറിയൊരു അസുഖമാണ് നമുക്ക് ഉള്ളതെങ്കിൽ പോലും, ഫിസിക്കലി നമുക്ക് ചെറിയ അസുഖമാണ് ഉള്ളെങ്കിൽ പോലും ശാരീരികമായിട്ട് അതൊരു വലിയ അസുഖമായിട്ട് മാറാൻ ഹോർമോണൽ എല്ലാ ഭാഗത്തും നെർവസ് സിസ്റ്റത്തിൽ മൊത്തം ആ ഒരു ട്രാൻസ്മിറ്റേഴ്സ് ആ രീതിയിൽ പാസ് ചെയ്യപ്പെടുകയും നമുക്ക് ശരീരം മൊത്തം വേദന ഉണ്ടാവാൻ അത് കാരണമാവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഫിറ്റ് എന്ന് പറയുന്നത് മനസ്സിന്റെ ഫിറ്റ് തന്നെയാണ്, അല്ലെ? തീർച്ചയായിട്ടും. ഇനി നേരെ തിരിച്ചും സംഭവിക്കുന്നുണ്ട്. ഈ സംഗതിനെ സെയിം എങ്ങനെ മനസ്സിന്റെ ഈ സംഗതി ഓവർ തടിയുള്ളവർക്ക് ഈ പ്രശ്നങ്ങൾ ഓവർ ഉള്ളവർക്ക് ഈ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അതേപോലെ സ്കെൽറ്റ് ആയവർക്കും ഈ പ്രശ്നം അതേമാതിരി അനുഭവിക്കുന്നുണ്ടാവില്ലേ? ഇതൊക്കെ സംഗതി. അതെ അതെ. ഇപ്പൊ ഇതില് ഈറ്റിംഗ് ഡിസോർഡർ കൊണ്ട് അതായത് ഒരാൾക്ക് ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരീരത്തിന്റെ പ്രശ്നം കൊണ്ട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതേപോലെ തന്നെ അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാല് നമുക്ക് ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരുപാട് പ്രക്രിയകൾ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ശരീരം നന്നായി സ്ലിം ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരുപാട് ഹോർമോൺസിന്റെ കുറവുകൾ, അല്ലെങ്കിൽ വേണ്ട കലോറികളുടെ കുറവുള്ള ആളുകൾക്ക് ആ രീതിയിലുള്ള എഫക്റ്റുകൾ ഉണ്ടാവും. വിറ്റാമിൻ ഡിന്റെ കുറവുള്ള ആളുകൾക്ക് ആ രീതിയിൽ അവർക്ക് എന്താ കാരണം എന്നറിയാത്ത പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോൾ വളരെ ഡിപ്രസ്ഡ് മൂഡിലേക്ക് പോകുന്നത്. ഈ ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ടാണ് അവരെന്താകുന്നത് ഡിപ്രസ്ഡ് മൂഡിലേക്കൊക്കെ പോകുന്നത് സംഭവിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഹലോ അൺമ്യൂട്ട് അല്ലേ? അൺമ്യൂട്ട് അല്ലാത്തൊരു അല്ല മ്യൂട്ട് അല്ലാത്ത ഹലോ അൺമ്യൂട്ട് ആയാലൊക്കെ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് തിരിച്ചും സംഭവിക്കുന്നത്. അതായത് മനസ്സിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ്. അതേപോലെ തന്നെ തിരിച്ചും കിടക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ മനസ്സിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഹലോ ക്ലിയർ അല്ലേ? ഒരുപാട് സർ എല്ലാവരോടും മ്യൂട്ടാക്കാൻ പറയൂ സർ, അതർവൈസ് ആരും കേൾക്കില്ല. ഡോക്ടർ അവിടുന്ന് മ്യൂട്ട് ചെയ്തേ, എന്നാലേ ക്ലാസ് പോകുള്ളൂ. മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഹലോ ഓക്കെ, ഇപ്പൊ
സാർ മ്യൂട്ടാണ്. റേഞ്ച് പ്രോബ്ലം ഉണ്ടല്ലോ സർ. റേഞ്ച് പ്രോബ്ലം അല്ല, ഒരുപാട് ആളുകൾ അൺമ്യൂട്ട് ആയി പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവരെ മ്യൂട്ട് ആക്കിയതാണ്. ഓക്കെ, ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ മാനസികാരോഗ്യം നമ്മുടെ ശാരീരികാരോഗ്യം മാനസികാരോഗ്യത്തെ ബാധിക്കുന്നത് പോലെ തന്നെ മാനസികാരോഗ്യം നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുള്ളത്. നിങ്ങൾ ചില ഫംഗ്ഷനുകളൊക്കെ പോകുന്നു, പ്രധാനമായിട്ട് പെണ്ണുങ്ങൾക്കായിരിക്കും, സ്ത്രീകൾക്കായിരിക്കും ഒരു ഫീലിംഗ് അനുഭവിച്ചിട്ടുണ്ടാവാം. കുടുംബത്തിലൊക്കെ പോകുമ്പോ പിന്നെ കുടുംബക്കാർ പറയും, നീ ആകെ മെലിഞ്ഞിട്ടുണ്ടല്ലോ, നീ ആകെ ശരീരം കേട് വന്നിട്ടുണ്ടല്ലോ, മൊത്തം ഒന്ന് തളർന്നിട്ടുണ്ടല്ലോ എന്ന്. ഹലോ, കേൾക്കണ്ട? ഈ 2-3 കമന്റ് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് പിറ്റേന്ന് ആ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കണ്ണാടിയിൽ വന്ന് നോക്കിയിട്ട് ഒന്ന് ഇങ്ങനെ നോക്കും. ആ ശരിയാ, അവർക്ക് പറഞ്ഞത് ശരി, എല്ലാരും പറയും ഞാൻ കേട് വന്നിട്ടുണ്ട്, ഞാൻ കേട് വന്നിട്ടുണ്ട്. ഇത് ഒരു 10 ആള് പറഞ്ഞാൽ മതി, പിന്നെ തോന്നുകയാണ് അവരൊക്കെ പറഞ്ഞത് ശരിയാ, എനിക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട്, എന്റെ ശരീരത്തിന് മൊത്തത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, നേരത്തെ ഉള്ള തടിയൊന്നും ഇല്ല, നേരത്തെ ഉള്ള പിന്നെ ഇതൊന്നും ഇല്ല, എനിക്ക് ആ ഗാംഭീര്യം ഒന്നും ഇല്ല, ആ സൗന്ദര്യം ഒന്നും ഇല്ല, കുറച്ച് ഫീലുണ്ട്. ഇത് പിന്നെ നമ്മൾ തന്നെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാം അല്ലെ? അതായത് ഈ മൈൻഡിന്റെ ഒരു പ്രത്യേകത ഇതാണ്, നമ്മൾ സ്വീകരിക്കുകയാണ്. ഒരു സംഗതി കേട്ടോണ്ടിരിക്കുന്ന കാര്യം അത് പിന്നെ നമുക്ക് അങ്ങ് ഫീൽ ചെയ്യാൻ തുടങ്ങുകയാണ്. പിന്നെ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ്, അതായത് നമ്മൾ ഈ ഓട്ടോ സജഷൻ കൊടുക്കാന്ന് പറയും, നമ്മുടെ മൈൻഡിന് നമ്മൾ എന്താണോ കൊടുത്തോണ്ടിരിക്കുന്നത് അതാണ് നമുക്ക് ഫീൽ ചെയ്യാനാണ്. ഈ ഒരു സംഭവം എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഈ ഒരു കാര്യമാണ് നമ്മുടെ സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് സൈക്കോളജിയിലുള്ള ഒരു സംഭവമാണ്. ചില ആളുകൾ എന്തുണ്ടാവും, ഈ ഡോക്ടേഴ്സിന്റെ അടുത്ത് സ്ഥിരമായിട്ട് പോകുന്നുണ്ടാവും അല്ലെ? പിന്നെ ചെറിയ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അവിടെ ഡോക്ടറെ കാണുന്ന സമയത്ത് മാറുന്നുണ്ടാവും, പിന്നെ അതേ 2 ദിവസം കഴിഞ്ഞിട്ട് പിറ്റേന്ന് അതേ രോഗം പിന്നെയും വരുന്നുണ്ടാവും. അപ്പൊ ഡോക്ടറെ കാണിച്ചാൽ ഒന്ന് പറയും, പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലല്ലോ, പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല എന്ന് പറയുകയും ചെയ്യും. ഇതിന്റെ പ്രധാന റീസൺ എന്താണെന്ന് അറിയോ? സൈക്കോസൊമാറ്റിക് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ഉള്ളിൽ എപ്പോഴോ ഉണ്ടായിട്ടുള്ള ഒരുപാട് സ്ട്രെസ്സുകൾ കാരണമായിട്ട്, ഒരുപാട് ഡിപ്രഷനും അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ സൈക്കോളജിക്കലി ആയിട്ടുള്ള ഡിസോർഡർ കാരണം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട ഈ ശരീരത്തിലേക്ക് ആ ഒരു ബ്ലോക്കുകൾ സംഭവിക്കുകയാണ്. അതായത് മനസ്സിന്റെ ബ്ലോക്ക് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ബ്ലോക്ക് ആയിട്ട് കൂടുകയും അത് ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ഇന്ന പ്രശ്നങ്ങളായിട്ട് വരികയും സംഭവിക്കും. അപ്പൊ എന്തൊക്കെയോ ചില വിഷയങ്ങൾ ചില ആളുകളുടെ സംസാരത്തിലായിരിക്കും നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു സംസാരം കേട്ടാൽ ആ സംസാരം നമ്മൾ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാണ്. ഇയാൾ ഇന്നത് പറഞ്ഞു, മറ്റേയാൾ ഇന്നത് പറഞ്ഞു. ഈ ഒരു ചില വാക്കുകൾ മതി, ഈ ഫാമിലി ഇഷ്യൂസിലൊക്കെ സംഭവിക്കുന്ന ചില വിഷയങ്ങൾ മാത്രം മതി പിറ്റേന്നേക്ക് അസുഖം ഉണ്ടാവാന്, പിറ്റേന്നേക്ക് ചിലപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ വരെ പറ്റുന്നുണ്ടാവില്ല. ചില ഇഷ്യൂസുകളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കേസ് സ്റ്റഡീസിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്, ഫാമിലിയിൽ ഉണ്ടാവുന്ന ചെറിയൊരു വാക്ക് തർക്കത്തിന്റെ പേരിൽ പിന്നെ 2 ആഴ്ചത്തേക്ക് പനിച്ചു കിടന്നിട്ടുണ്ടാവും. കാരണം അത് ഞാൻ എടുക്കേണ്ട ഇമോഷൻ അല്ല എടുത്തത് എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ ഞാൻ അങ്ങനെ ചൂടായി പോകേണ്ടതില്ലായിരുന്നു, ഞാൻ ഇങ്ങനെ സംസാരിക്കേണ്ടതില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഈ ഒരു വിഷയം നമ്മുടെ മൈൻഡിനെ വല്ലാതെ ബ്ലോക്ക് ചെയ്യും, മാനസികമായിട്ട് നമ്മൾ തകരുകയും ചെയ്യും. ഈ ഒരു തകർച്ച ശാരീരികമായിട്ട് നമ്മൾ എന്താവും, പിന്നെ തടി കൂടാൻ കാരണമാവും, മെലിയാൻ കാരണമാവും. ഈ മനസ്സ് ശരീരത്തെ ബാധിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. മനസ്സ് 2 രീതിയിലാണ് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നത്. മാനസികമായിട്ടുള്ള ഡിപ്രഷൻസുകള്, അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ലോൺലിനെസ് ആയാലും സാഡ്നെസ് ആയാലും, ഇതുപോലെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണെങ്കിലും നമുക്ക് സംഭവിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ഹലോ കേൾക്കുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ബ്ലോക്കുകൾ സംഭവിക്കുകയാണ്. ഹലോ, ഞാൻ എന്തായിരുന്നു പറഞ്ഞേ? ഹലോ ഹലോ കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ബ്ലോക്കുകൾ സംഭവിക്കുന്ന സാർ പറഞ്ഞു. ഓക്കെ. ശരീരത്തിന്റെ ബ്ലോക്ക് എങ്ങനെ ലാസ്റ്റ് പറഞ്ഞേ? ബ്ലോക്കുകൾ ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ബ്ലോക്കുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ മനസ്സിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിന് ബ്ലോക്കുകളായിട്ട് ഉണ്ടാവാറുണ്ട്. അത് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാല് നമുക്ക് ചില ആളുകൾ സ്റ്റേജിലേക്ക് കയറി നിൽക്കുന്ന സമയത്ത് ഒരു കാരണം ഉണ്ടാവില്ല. രാവിലെ വരുന്ന സമയത്ത് ചിലപ്പോൾ ബാത്റൂമിൽ പോയതായിരിക്കും, പക്ഷെ സ്റ്റേജിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ വയറിന് പെട്ടെന്ന് ഒരു കാവലാണ്.
പെട്ടെന്നൊന്ന് കക്കൂസ് ബാത്റൂമിലേക്ക് പോകാണ്ട് ഒരു തോന്നലാണ്. ഇതേപോലെ നമുക്ക് ചില സമയത്ത് ചില ശരീരം ഒരു കാരണവുമില്ലാതെ നമ്മുടെ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറും. നമ്മുടെ ചില ശരീരത്തിന് ഇത് പേടിക്കപ്പെടേണ്ടതാണ് എന്ന് തോന്നുന്ന സമയത്ത് നമ്മുടെ ശരീരം പെട്ടെന്ന് ആ ഒരു ആങ്ഷ്യസ് ലെവലിലേക്ക് മാറി നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണിത്. അപ്പൊ ഇത് നമ്മുടെ നല്ല രീതിയിൽ എന്താക്കുന്നുണ്ട്, ശാരീരികമായിട്ട് നമ്മളെ മാറ്റുന്നുണ്ട്. ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. അതായത് മനസ്സ് ശരീരത്തെ ബാധിക്കുന്ന ഇതാണ് ഞാൻ പറയുന്നത്. ഈ ഒരു കാരണം കൊണ്ട് മാനസികമായി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും സ്ട്രെസ് വന്നിട്ടുള്ള ആളുകൾ, ഇവർക്ക് ചിലപ്പോ തീരെ ഭക്ഷണത്തോട് താല്പര്യം ഉണ്ടാവില്ല. ഭക്ഷണം തീരെ കഴിക്കാതിരിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് മാറും. ചില ആളുകളാണെങ്കിൽ വിശപ്പായിരിക്കും, തീരെ ഉറക്കം കിട്ടുന്നുണ്ടാവില്ല. ചില ആളുകൾക്ക് നന്നായി ഉറങ്ങും, പിടുത്തം വിട്ട ഉറക്കമായിരിക്കും. ചില ആളുകൾക്ക് തീരെ ഉറക്കം കിട്ടുന്നുണ്ടാവില്ല. ഇത് രണ്ടും ഡിസോർഡറാണ്. പിന്നെ മറ്റൊരു ഡിസോർഡറായിട്ട് കണക്റ്റഡ് ആണ്. മറ്റൊന്ന് പറഞ്ഞാല് ചില ആളുകൾ നന്നായി ഭക്ഷണം കഴിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇവർക്ക് എന്താവും പറഞ്ഞാല് നല്ല രീതിയിൽ പിന്നെ ഫാറ്റ് കൂടുകയും അമിതഭാരം കൂടുകയും ശാരീരികമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. മറ്റൊന്ന് പറഞ്ഞാല് ചില ആളുകൾ ഈ ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടാവില്ല. ഇവിടെ സംഭവിക്കുന്ന ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ശരീരത്തിൽ മൊത്തം എന്നെ കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ അല്ലേ? ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ, അതായത് നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കാതെ നമ്മുടെ എല്ലാ ഇന്റേണൽ ഓർഗൻസുകളും അമിതമായിട്ട് പ്രവർത്തിക്കുകയും നമ്മുടെ ശരീരം പൂർണ്ണമായിട്ട് തളരുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയും പിന്നെ ഈ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് പ്രത്യേകമുള്ള റീസൺ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുകൾക്കായാലും ഹോർമോൺസുകൾക്കായാലും നല്ല രീതിയിലുള്ള മാറ്റങ്ങളും പുതിയ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, ആ ചിന്തിക്കുന്നതിനനുസരിച്ച് പുതിയ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും, പണ്ട് സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മള് പിന്നെ ഇല ഉണ്ടല്ലോ, പച്ചില. ഹലോ, കേൾക്കുന്നില്ല? ഇല വെച്ചാൽ പച്ച ഇല വെച്ചാല്, പച്ച ഇല നമ്മുടെ നാവിന്റെ അടിയിൽ വെച്ചാല് ടീച്ചർ അന്ന് അടിക്കില്ല, അല്ലെങ്കിൽ ടീച്ചർ അടിച്ചാൽ അടിക്ക് വേറെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് കുട്ടികൾ എന്താക്കായിരുന്നു, ഈ ഇലകൾ വെക്കായിരുന്നു. അപ്പൊ ഇവർക്ക് തോന്നാണ്, അപ്പൊ ഇതിന്റെ ഒരു കണക്ഷനാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഒരു അടി കിട്ടുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഉള്ളി നല്ലോണം ഒരുതിയിട്ട് കൈ കാണിച്ചു കൊടുക്കും, എന്തെങ്കിലും ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ. അപ്പൊ എന്താ പറഞ്ഞാല് ആ അടിക്കുള്ള വേദന കുറയും എന്നുള്ള ഒരു കണക്ഷനാണ് നമ്മുടെ മൈൻഡിൽ കൊടുക്കുന്നത്. അതിനനുസരിച്ച് എന്താവുന്നത്, ഈ നമുക്ക് ഫീൽ ചെയ്യാണ് വേദന കുറയാണ്. അപ്പൊ ഇതേപോലെ നമ്മുടെ മൈൻഡില് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ 4 ആൾക്കാർ നമ്മളോട് ഇനി ആകെ നെല്ലിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ആകെ തടിയത്തിയായിട്ടുണ്ടല്ലോ, തടിയനായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ശരി തന്നെയാണ്. ഈ ഒരു സാധനം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ഈ ഓട്ടോ സജഷൻസുകൾ, സെൽഫ് സജഷൻസുകൾ നല്ല രീതിയിൽ നമുക്ക് ഹോർമോണുകൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ശരീരം മോശമാവാൻ അത് കാരണമാവും. അപ്പം നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം റെഡിയാക്കുമ്പോൾ തന്നെയാണ്, മനസ്സിന്റെ ആരോഗ്യം റെഡിയാക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം കൂടി അത് നന്നാവാൻ അത് കാരണമാവും. അപ്പൊ രണ്ടും നമ്മൾ ബാലൻസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മനസ്സിന്റെയും ആരോഗ്യം. അത് രണ്ടും പരസ്പരം കണക്റ്റഡ് ആണ്. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി ഈ തടി കൂടാനുള്ള കാരണം. അവിടെ ചില ആളുകൾ ഇപ്പം ഈ തടി കൂടുമെന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്യുക, തീരെ ഭക്ഷണം കഴിക്കാണ്ടത്. ചില ആണുങ്ങളാണെങ്കിൽ അവരുടെ സൗന്ദര്യം നഷ്ടപ്പെടും. എന്നിട്ട് തീരെ ഭക്ഷണം കഴിക്കില്ല. ശാരീരികമായിട്ട് ചില കുട്ടികളൊക്കെ ഉണ്ടാവും, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ ഭക്ഷണം കഴിക്കാതെ ശരീരത്തെ നന്നായി ക്ഷീണിപ്പിക്കുന്നുണ്ടാവും മെലിയാൻ വേണ്ടിയിട്ട്. സ്ലിം ആവുകയാണ് ബ്യൂട്ടി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇവർ തീരെ ഭക്ഷണം കഴിക്കാത്തൊരവസ്ഥയിലേക്ക്. ഈ ഒരു അവസ്ഥയിൽ ഹലോ, എങ്ങനെ കേൾക്കുന്നില്ല? ഓക്കെ. ഓക്കെ ആണല്ലോ? പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആണോ?
അപ്പൊ നമ്മുടെ മനസ്സ് ശരീരത്തിന് നന്നായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ മനസ്സിലുണ്ടാവുന്ന, അതിൽ ചെറിയ വീട്ടിലുണ്ടാവുന്ന ചില വാക്ക് തർക്കങ്ങളായിരിക്കാം. ആ വാക്ക് തർക്കങ്ങളിൽ നമുക്ക് പ്രോപ്പറായിട്ട് അതിനെ കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മൾ അപക്വമായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ മൈൻഡ് ചിലപ്പോൾ ചില സമയത്ത് ഓർഡറിലല്ല എന്നാണ് അതിൻ്റെ അടയാളം. അതായത് ചില സമയത്ത് നമ്മൾക്ക് ഉണ്ടാവും വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ അതിനെ ഏറ്റെടുക്കുകയും അത് നമ്മൾ ശാരീരികമായി തളരാൻ, ഇപ്പോൾ ബന്ധങ്ങൾ, ദേഹവേദനകളുള്ള ആളുകൾ, ഇവർക്കൊക്കെ ഉണ്ടാകുന്ന സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ശാരീരികമായിട്ട് പാടെ തളർന്ന ഒരവസ്ഥയിലേക്ക് അല്ലെ തടി കൂടുന്ന ഒരവസ്ഥയിലേക്ക് ഒക്കെ ആവുന്ന ഒരവസ്ഥ കാണാറുണ്ട്. പിന്നെ ഈ എന്തായാലും പറഞ്ഞേ, ഹലോ കേൾക്കുന്നില്ലേ? എങ്ങനെ എന്തെങ്കിലും എങ്ങനെ ഓക്കെ ഓക്കെ. അപ്പോ ഓരോ അവസ്ഥയിലും നമ്മൾ എങ്ങനെയാണോ നോർമൽ ആയിട്ട് ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ ആ ഒരു പ്രയാസം എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത്, അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ല. അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ 2 ദിവസം നമുക്ക് ഉറങ്ങാൻ പറ്റാറില്ല, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ഭക്ഷണ രീതി ആവാം, നമ്മുടെ തോട്ട് പ്രോസസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഉറക്ക രീതി ആവാം, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോർമൽ അല്ലാത്തൊരവസ്ഥയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചില ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാനസികമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുമായിട്ട് നമ്മുടെ മൈൻഡ് ഇൻവോൾവ്ഡ് ആണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ അതിൽ ഡിസോർഡർ, എന്തെങ്കിലും തരത്തിലുള്ള ചില ഡിസോർഡേഴ്സുകൾ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ആ ഫീൽ ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു കാരണം എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ അതിന്റെ റീസൺ എന്താണെന്ന്, അല്ലെ ഈ ഒരു കാരണം കൊണ്ട് എന്റെ മനസ്സിന് എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനും അതിനെ നമ്മൾ പരിഹരിക്കാനും നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ മതിയാവും. ചില കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സംഭവം നമ്മളത് പറയുന്നതിലൂടെ നമ്മുടെ ഇമോഷൻസ് എന്താണെന്ന് പറഞ്ഞാൽ അത് നമ്മളിൽ നിന്ന് അത് ഫ്രീ ആവും, ബ്ലോക്കുകൾ ഒഴിവാകും. ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിലൂടെ തന്നെ ശരീരം ഒന്ന് ഫ്രീ ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇപ്പൊ പോസ്റ്റ്മോർട്ടം ഡിസോർഡർ അല്ലേ, അതിനെക്കുറിച്ച് അറിയാത്ത ആളുകളാണ് പിന്നെ പുരുഷന്മാരെങ്കിൽ സ്ത്രീകൾ ചിലപ്പോൾ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അതിന്റെ പേരിലായിരിക്കും ആക്ഷൻ എടുക്കുന്നത്, അതിന്റെ പേരിലായിരിക്കും ചിലപ്പം അടിപിടികൾ ഉണ്ടാവാം. അപ്പോൾ ഇതെന്താണ് പ്രോപ്പർ വിഷയം, മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണോ എന്നറിയാതെ നമ്മൾ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് തന്നെ തകരാനായി കാരണം. ഈ പോസ്റ്റ്മോർട്ടം ഡിസോർഡർ ഉള്ള ആളുകൾക്ക്, സ്ത്രീകൾക്ക് ഒരുപാട് വിഷയങ്ങളുണ്ടാവും. ചിലപ്പോൾ ഒരുപാട് ആൻഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ തോന്നുന്നുണ്ടാവും, അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും, അവർക്ക് പിന്നെ പെട്ടെന്ന് മറ്റാളുകൾ അവരെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്നുള്ള തോന്നലുണ്ടാവും, കുഞ്ഞ് നഷ്ടപ്പെടുന്നു എന്നുള്ള തോന്നലുണ്ടാവും. അങ്ങനെ പല തോട്ട്സുകളുണ്ടാവും. ആ സമയത്താണ് അവരെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് പാളുക എന്നുള്ളതാണ് സംഭവിക്കുക. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇന്ന സാഹചര്യത്തിൽ എനിക്ക് ഇന്ന പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇത് ഇന്ന കാരണം കൊണ്ടാണ് സൈക്കോളജിക്കലി ആയിട്ട് എനിക്ക് എന്തോ ഒരു ബ്ലോക്ക് കുടുങ്ങിയിട്ടുണ്ട്, ഇത് ഡിപ്രസ്ഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഇത് സ്കീസോഫ്രീനിക് ആയിട്ടുള്ള എന്തെങ്കിലും വിഷയമാണ്, അങ്ങനെ എന്തെങ്കിലും വിഷയമാണ് എന്നുള്ളൊരു സംഗതി നമുക്ക് കണക്ട് ആയാല് നമ്മുടെ വിഷയങ്ങൾ നമുക്ക് വേണ്ട, അത് നമ്മൾ ഡോക്ടേഴ്സിനെ കാണുന്നത് പോലെ തന്നെ നമ്മൾ മനസ്സിന്റെ ഡോക്ടറെ കാണാൻ നമ്മൾ തയ്യാറാകും. ഇത് സംഭവിക്കുമ്പോൾ നമുക്ക് എന്താ നമ്മുടെ ജീവിതത്തെ പ്രോപ്പറായിട്ടുള്ള വേല നമുക്ക് കൊണ്ടുപോകാൻ പറ്റാം. നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു പനി ഉണ്ടാവുന്നത് പോലെ, ഹലോ കേൾക്കുന്നുണ്ട് ആരോ കേൾക്കുന്നുണ്ട് സർ. ആ സാർ മ്യൂട്ടായിരിക്കുന്നു. ഓക്കെ, കേൾക്കുന്നില്ലേ? യെസ്. ഓക്കെ, അപ്പൊ എന്തായിരുന്നു പറഞ്ഞേ? ഓരോ സാഹചര്യങ്ങൾ, പോസ്റ്റ്മോർട്ടം ഡിസോർഡറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഓരോ സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന ഡിസോർഡർ ആണ് അല്ലെ ഇന്ന വിഷയങ്ങളാണ് എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടെങ്കിൽ, ഫാമിലിയിലുള്ള ആളുകൾക്ക് ഉണ്ടെങ്കിൽ, നമ്മൾ അബദ്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കില്ല. ഇത് നമ്മുടെ പിന്നെ
നിരാശകൾ തകർക്കില്ല. മറിച്ച് ഈ ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് ഒരു ബോധവാന്മാരല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചെറിയ ചെറിയ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ടെൻഷൻഡ് ആയിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ നമ്മൾ വിലയിരുത്തുന്നത്. അപ്പോൾ ഈ വിഷയത്തെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത്, നമുക്കൊരു പനി വന്നാൽ നമ്മളത് നോർമലാണ്, പനി എന്നുള്ളത് എല്ലാവർക്കും വരുന്നതാണ് എന്നുള്ളൊരു ധാരണയിൽ എടുക്കാറുണ്ട് അല്ലെ. ഇത് പനി വന്നാൽ ഡോക്ടറെ കാണിക്കേണ്ടതാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇതേപോലെ തന്നെയാണ് എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. നമ്മുടെ മൈൻഡിൽ ചില വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ മനസ്സ് ചിലപ്പോൾ ഒന്ന് ഡിപ്രസ്ഡ് ആവും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു മൂഡ് ഡിസോർഡർ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂഡ് ചേഞ്ചസ് വരും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നോർമലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന് നമ്മൾ സാധാരണ എടുക്കലുന്നതാണ് അവന് മാനസികമായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്നുള്ള തരത്തിലാണ് നമ്മൾ എന്തിനെ എടുക്കുന്നത്, ഒരു നമ്മളെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കുന്നത്. ഈ ഒരു സമീപനം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കെയർ ചെയ്യാൻ കഴിയില്ല. അതായത് നമ്മുടെ ശരീരത്തിന്റെ തന്നെ ചില രോഗങ്ങൾക്കുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ തോട്ട് ബ്ലോക്കിങ്ങും നമ്മുടെ തോട്ട്സുകളും നമ്മുടെ മൈൻഡിന്റെ പ്രോബ്ലംസും ആണ് എന്നിരിക്കെ നമ്മൾ ഇതിന്റെ ഒരു കാര്യത്തെ നമ്മൾ ബോധവാന്മാരല്ലാതെ ഇരിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മളിങ്ങനെ ഒരുപാട് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് ഇംഗ്ലീഷ് മരുന്നുകളാണെങ്കിലും നമ്മുടെ ശരീരത്തെ തകർക്കുന്ന ഒരുപാട് മരുന്നുകളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കൂടുതൽ നമ്മൾ വഷളാവുക ചെയ്യുക. മറിച്ച് അവിടെ ഏറ്റവും പ്രോപ്പറായിട്ട് വേണ്ടിയിരുന്ന ഒരു സാധനം എന്തായിരുന്നു? മൈൻഡിന്റെ ഫിറ്റ്നസ് ആയിരുന്നു വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അല്ലേ? സാറേ നമുക്കിപ്പോ ചെറിയൊരു അസുഖം ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് പനി വന്നാലാണെങ്കിലും നമ്മൾ ഡോക്ടറെ കാണിക്കില്ല, ഫിസിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ. അതേപോലെ മാനസികമായിട്ടുള്ള ഡിപ്രഷനിലൊക്കെ രീതിയിലേക്ക് കുറച്ചങ്ങോട്ടേക്ക് പോയി എന്നിരിക്കുക നമ്മൾ അസുഖങ്ങൾ കാരണം. അപ്പൊ നമ്മൾ ആ സൈക്കാട്രി ഡോക്ടറെ കാണേണ്ട ഒരു ആവശ്യകത ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ മടിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളൊരു അഭിപ്രായം പറയോ? അതെ, മാഡം ചോദിച്ച നല്ലൊരു ചോദ്യമാണ്. കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടതുണ്ട്, കൗൺസിലറെ കാണേണ്ടതുണ്ട്. സൈക്കാട്രിസ്റ്റിനെ മൂഡ് ഡിസോർഡർ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിപ്രഷനൊക്കെ വരുമ്പോൾ അവർ മെഡിസിൻ ആണ് തരുന്നത്. മെഡിസിൻ തരുന്നപ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് എവിടെയാണോ നടക്കുന്നത് അവിടെ നേരിട്ട് പോയിട്ട് ബാലൻസ് ആക്കുന്ന ഗുളികകളാണ് നമുക്ക് തരിക, മെഡിസിൻസ് ആണ് തരിക. ഇത് സംഭവിക്കുന്നത് നമ്മൾ ഒരുപാട് സമയം കുടിക്കുമ്പോൾ നമ്മൾ ശാരീരികമായിട്ട് ഡൗൺ ആവുക എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴാണോ ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിൽ മാത്രമേ നമ്മൾ സൈക്കാട്രി ഗുളികകൾ കുടിക്കേണ്ടതുള്ളൂ. അപ്പൊ അവിടെയാണ് നമ്മൾ സൈക്കോളജിസ്റ്റുകളെയും കൗൺസിലേഴ്സിന്റെയും പ്രാധാന്യം. അതായത് നമുക്ക് ഈ തുടക്കം തന്നെ ഇങ്ങനെ വരുന്നൊരു സ്റ്റേജില് സാറിനെപ്പോലുള്ള ഒരാളടുത്ത് നിന്ന് സംസാരിച്ചാൽ നമ്മൾ കുറെ റിക്കവർ ആവില്ലേ? അങ്ങനെ ചെയ്യുന്ന ആയിരിക്കില്ലേ നന്നാവുക? അതെ. അപ്പൊ സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അപ്പൊ ഇവര് എല്ലാ അസുഖങ്ങൾക്കും ഗുളിക കൊടുക്കുന്നുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. ഗുളികകൾ എന്നുള്ളത് അവിടെ എല്ലാത്തിനും ഗുളിക കൊടുക്കുന്നുണ്ട് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ അവിടെ കൗൺസിലിംഗ് നടക്കുന്നുണ്ട്, സൈക്കാട്രിസ്റ്റുകളും കൗൺസിലിംഗ് തരുന്നുണ്ട്. അവര് ചില വിഷയങ്ങൾക്ക് മാത്രമാണ് ചിലപ്പോൾ അവർക്ക് ഗുളിക കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അത് ലാസ്റ്റ് ഘട്ടത്തിലാണ്. പിന്നെ ഇത് മാത്രമാണ് പരിഹാരം എന്ന് കാണുമ്പോഴാണ് ചിലപ്പോൾ അവർ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ കൗൺസിലേഴ്സ് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ആ ബ്ലോക്കുകൾ ഒഴിവാക്കി തരിക എന്നുള്ളത്. മെന്റലി നമുക്ക് ഉണ്ടായിട്ടുള്ള ആ ബ്ലോക്കുകളെ റിലീസ് ആക്കാനുള്ള, അതിന് ഈ ഒരു വിഷയങ്ങൾക്കൊക്കെ നമ്മുടെ മാനസിക പ്രയാസങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയത്തെ കുറിച്ച് നമുക്കൊരാളെ കേൾക്കാം. ഈ ഒരു പ്രയാസം പറയുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് അതിന് പരിഹാരം കിട്ടും. അതായത് ഈ ബ്ലോക്ക് നിങ്ങളുടെ ഇമോഷൻസിലൂടെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഈ ബ്ലോക്ക് ഒഴിവാകുകയും നിങ്ങൾക്ക് തന്നെ അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുകയും ചെയ്യും. ഓക്കെ. അപ്പൊ നമ്മൾ എപ്പോഴാണോ സൈക്കാട്രിസ്റ്റ് ഗുളികകൾ കഴിക്കേണ്ടത് ആ സമയത്ത് മാത്രമേ എന്താവുള്ളൂ അവരുടെ അടുത്തേക്ക് റെഫർ ചെയ്യുകയും ചെയ്യുള്ളൂ എന്നുള്ളതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ പിന്നെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോവുക, സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോവുക എന്ന് പറയുന്നത് അത് ഒരു തെറ്റായ കാര്യമല്ല. നമ്മൾ ആവശ്യം എനിക്കൊരു കൗൺസിലറെ കാണേണ്ടതുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത്, അല്ലെ ഇന്നൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഇത് സൈക്കോളജിസ്റ്റിനെ കാണേണ്ടതാണ്, കൗൺസിലറെ കാണേണ്ടതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ ഈ നെഗറ്റീവ് തോട്ട്സുകൾ സ്ഥിരമായിട്ട് നമ്മുടെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ സറൗണ്ടിങ് മൊത്തം നമുക്ക് നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുക. നമ്മുടെ ഫാമിലീസിലായാലും നമുക്ക്, അതായത് നെഗറ്റീവിന്റെ ഒരു പ്രത്യേകത എന്താണ്, നെഗറ്റീവ് തോട്ട്സിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അതൊരു പെട്ടെന്നൊരു പണ്ടത്തെ ലിസ്റ്റുകൾ ഇങ്ങനെ വരുമ്പോലെ നെഗറ്റീവ് തോട്ട്സ് കണക്ട് ആയാൽ ആ മൈൻഡിലേക്ക് മൊത്തം നെഗറ്റീവുകൾ മാത്രമാണ് വരിക. ചില ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും വീട്ടിൽ നിന്ന് പരാതികൾ പറയുമ്പോൾ അന്ന് ഇന്ന ഡേറ്റിന് ഈ കാര്യം ചെയ്തില്ലേ,
ഈ ഒരു സമയത്ത് ഇന്ന തെറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ അന്ന് ഞാൻ ഈ കാര്യം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അത് വാങ്ങിക്കൊണ്ടുവരുന്നില്ല. അങ്ങനെ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾ സ്പോണ്ടാനിയസ്ലി ആയിട്ട് ഇങ്ങനെ വരുന്നതുണ്ടാവും അല്ലെ? ശ്രദ്ധിച്ചിട്ടില്ലേ? ആ സമയത്ത് നമ്മുടെ മൈൻഡിൽ നെഗറ്റീവ് ആയിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടുകളാണ് വരിക. അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല. ഫീൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെ? അപ്പൊ ഈ കാര്യം ഉണ്ടാവുന്നത് പറഞ്ഞാല് ചിലപ്പോ അത് എന്തോ ഒരു പ്രധാന ഒരു റീസൺ ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്. ആ റീസണിനെ കണ്ടെത്തി, അതിന്റെ ഒരു കോർ ആയിട്ടുള്ള പ്രോബ്ലംസിനെ കണ്ടെത്തി ആ പ്രോബ്ലം ഇതാണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യും. അതിൽ സൈക്കോ എഡ്യൂക്കേഷൻ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ നേരത്തെ പോസ്റ്റ്മോർട്ടം ഡിസോർഡർ അന്ന് അത് ഒരു പ്രസവാനന്തരമായിട്ട് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ചെറിയൊരു മാനസികമായിട്ട് മൈൻഡിൽ ഫീൽ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് അത് ഒരു പ്രശ്നമാണ് എന്ന് ഫീൽ ചെയ്യൂല. അതായത് ഇത് ദാമ്പത്യത്തിൽ തകർക്കുന്ന ഒരു പ്രശ്നമാണ്, ഇത് വലിയൊരു പ്രോബ്ലം ആണ് എന്നുള്ള രീതിയിൽ അയാൾ കാണൂല. മറിച്ച് ഇത് കോമൺ ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്, ഇതിനെങ്ങനെയാണ് കാണേണ്ടത്. സൈക്കോ എഡ്യൂക്കേഷൻ അയാൾക്ക് ഉണ്ടാവും. ഈ സൈക്കോ എഡ്യൂക്കേഷൻ ഒരാൾ നമുക്ക് പറഞ്ഞു തരുന്നവരോടെ നമുക്ക് മനസ്സിലാവുകയും നമ്മളിൽ തന്നെ പരിഹാരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഈ ഹലോ കേൾക്കണോ? കേൾക്കുന്നില്ലേ? അപ്പൊ നമുക്ക് പ്രോപ്പറായിട്ട് ചില സമയങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചില സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് തീരുമാനങ്ങൾ എടുക്കാനേ പറ്റുന്നുണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ 3 ഡയമെൻഷനിൽ കാണാനേ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് അതിന്റെ ഒരു നെഗറ്റീവ് വശം മാത്രമേ കാണുന്നുണ്ടാവും. ഈ ചില സമയങ്ങൾ ആ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കണം എന്തോ ഒരു ബ്ലോക്ക് കുടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം എന്റെ മൈൻഡിൽ ചിലപ്പം അമ്മായിമ്മ എന്തെങ്കിലും ചീത്ത പറഞ്ഞതായിരിക്കും, അത് മൈൻഡിൽ എവിടെങ്കിലൊക്കെ ഒന്ന് കുടുങ്ങിയിട്ടുണ്ടാവും. അത് ആ സാധനത്തെ നമ്മൾ അങ്ങ് ഡിലീറ്റ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അത് മൈൻഡ് നമ്മൾ ഒഴിവാക്കുമ്പോഴാണ് നമുക്ക് എന്താക്കാൻ കഴിയുന്നത്, മൈൻഡ് റിലാക്സ് ആകാൻ കഴിയുന്നത്, ബ്ലോക്കുകൾ ഒഴിവാക്കാൻ പറ്റുന്നത്. ഇതിന് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്ത ആളുകളായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സസൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിലുള്ള പ്രധാനമായിട്ട് കൂടുതൽ ഹാർഡായിട്ടുള്ള എക്സസൈസ് കാര്യങ്ങളൊന്നുമല്ല, മറിച്ച് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി രാവിലെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാല് ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഡോപ്പമിന്, നമുക്ക് എപ്പോഴും കൂടുതലും ഈ ആൻഷ്യസ് ആവാനും അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ ആവാനും ഒക്കെ പ്രധാനമായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡോപ്പമിന്റെ അളവ് കുറയാന്നുള്ളതാണ്. അതായത് ഹാപ്പിനെസ് ഹോർമോൺസ് പറയുന്നത് കുറച്ച് ഹോർമോൺസുകളുണ്ട്, അതിന്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് എന്താവുന്നത്, ഈ സ്ട്രെസ് ഫീൽ ചെയ്യുക, നമ്മൾ വല്ലാതെ ഗിൽറ്റ് ഫീൽ അടിക്കുക, ലോൺലിനെസ് തോന്നുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങൾ കൂട്ടാൻ പറ്റുന്ന ഹാപ്പി ഹോർമോണുകൾ കൂട്ടാൻ പറ്റുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ രാവിലെ മോർണിംഗിൽ നമ്മൾ ആക്റ്റീവ് ആകാറുണ്ട്. മോർണിംഗിൽ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ബ്രെയിനിന് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരം എക്സസൈസ് ചെയ്യുമ്പോൾ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഹാപ്പി ഹോർമോൺസുകൾ ഉണ്ടാകുന്നു. നമ്മുടെ നല്ല ഫ്രണ്ട്സുകളുമായിട്ട് നമ്മൾ മിങ്കിളാകുന്ന സമയത്ത് ഹാപ്പി ഹോർമോൺസുകൾ ഉണ്ടാകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കണ്ടി, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ശാരീരികമായിട്ടൊന്ന് തളർന്നിട്ടുണ്ടാവും, അല്ലേ? അപ്പൊ ഈ ശരീരം ഒന്ന് വാമപ്പ് ചെയ്യേ അല്ലെങ്കിൽ ശരീരം ഒന്ന് ഫിസിക്കലി ഒന്ന് ഫിറ്റ് ആയി തോന്നുന്ന സമയത്ത് നമ്മൾ മാനസികമായിട്ട് ഒന്ന് കൂളായി ചെയ്തിട്ടുണ്ടാവും, അല്ലേ? അപ്പൊ ഈ ഒരു എക്സസൈസ് കാര്യങ്ങൾ അത് നല്ലൊരു ചാൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് നമ്മുടെ ഡയറ്റിന്റെ സമയത്ത് മാത്രമല്ല, ജീവിതത്തിൽ ഉടനീളം നമ്മൾ തുടർത്തുമ്പോൾ നമുക്ക് ഹാപ്പി ഹോർമോൺസുകൾ ഉണ്ടാവാനും നമ്മുടെ ഈ ചെറിയ ചെറിയ നെഗറ്റീവ് തോട്ട്സുകളും മൈൻഡ് ഇങ്ങനെ ഡിസോർഡർ ആകുന്ന അവസ്ഥകളൊക്കെ നമ്മുടെ നിന്ന് മാറാനും അപ്പൊ ഒരു പോസിറ്റീവായിട്ട് ഇരിക്കാനും മാത്രമല്ല പക്വമായ തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ആ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നമ്മൾ ആ രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും ശ്രമിക്കുക എന്നുള്ളതാണ്. ഹലോ, കേൾക്കുന്നില്ലേ? നമുക്ക് ഈ കോഴ്സ് ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ഹലോ, നമുക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ഇപ്പൊ എക്സസൈസ് വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതേപോലെ മാനസികാരോഗ്യത്തിന് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ നല്ലല്ലേ? അപ്പൊ അതിന്റെ ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസോ ഷെയർ ചെയ്ത് തരാൻ പറ്റുമോ എല്ലാവർക്കും? നമ്മള് ഓൾറെഡി നമ്മുടെ ഈ എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് ബ്രീത്തിങ് ഏകദേശം നമ്മുടെ കൺട്രോൾ ലെവലിൽ എത്തും. ഈ ബ്രീത്തിങ് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തെ സെറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ വാമപ്പ് ആയാലും മറ്റ് എക്സസൈസുകളായാലും അത് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ആ ബ്രീത്തിങ് ലെവലിലെ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരും.
തുടക്കത്തിലല്ല, അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നോർമലി ഉള്ള ബ്രീത്തിങ്ങിനെ ഒരു ബാലൻസ് ലെവലിലേക്ക് കൊണ്ടുവരും. അത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും നല്ല രീതിയിൽ എനർജറ്റിക് ആകാൻ കാരണമാവും. ഓക്കെ, അല്ല ആക്ച്വലി ചോദിക്കുന്നത് പ്രാണായാമ ആവും ചോദിക്കുന്നുണ്ടാവുക സർ. അതെ അതെ അതെ, ബ്രീത്തിങ് എക്സസൈസുകൾ ഷെയർ ചെയ്യാവുന്നതാണ് അല്ലേ? ഓക്കെ ഓക്കെ. അതല്ല, ഞാൻ ആർത്രൈറ്റിസ് പേഷ്യന്റ് ആണ്. എനിക്ക് ഒരു എക്സസൈസും ചെയ്യാൻ പറ്റുന്നില്ല ഫിസിക്കലായിട്ടുള്ള. അപ്പൊ എനിക്ക് മാനസികമായിട്ട് ഡിപ്രഷനിലേക്ക് ഇങ്ങനെ വേദന കൂടുതൽ സഹിച്ചിട്ടേ, ഇപ്പൊ മഴയൊക്കെ വന്നപ്പോ വേദന ഭയങ്കരമായിട്ട് കൂടുമ്പോ നമ്മൾ മാനസികമായിട്ട് ഡൗൺ ആയി പോവാ, വർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ സാറ് പറഞ്ഞ പോലെ പിൽസ് ഇല്ലാതെ റിക്കവർ ചെയ്യണമെങ്കിൽ ഇതേപോലുള്ള എക്സസൈസ് മാനസികമായിട്ട് റിക്കവർ ചെയ്യണമെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന നന്നായിരിക്കില്ലേ? അപ്പൊ അതിന്റെ ഒരു കോഴ്സോ അല്ലെങ്കിൽ അത് പറഞ്ഞു തരാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിച്ചത്. അതെ, അത് നമ്മള് അതിന് പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? ഇപ്പൊ ഈ വാമപ്പ് കാര്യങ്ങളുണ്ടല്ലോ, പിന്നെ ചില നമ്മുടെ റൂമിൽ നിങ്ങൾക്ക് തീരെ എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിലാണോ? തീരെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്? തീരെ പറ്റില്ല, ജോയിന്റ്സ് ഒക്കെ ഭയങ്കര പെയിൻ ആയിട്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ എക്സസൈസുകൾ തന്നെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാ എക്സസൈസുകളും ചില എക്സസൈസുകൾ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ, നമ്മുടെ കൈ കൊണ്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ നമ്മുടെ റൂമിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ബ്രീത്തിങ്ങിൽ തന്നെ നമ്മൾ ചിലപ്പോൾ ഇരുന്നിട്ട് തന്നെ നമ്മൾ ബ്രീത്ത് എടുത്തിട്ട് നമ്മുടെ കാലുകൾക്കും കൈകൾക്കും കൊടുക്കാൻ പറ്റുന്ന എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ, അത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഹലോ ഹലോ, കേൾക്കുന്നില്ല? പറഞ്ഞോളൂ. ഓക്കെ, ഓക്കെ ആണോ? ബ്രീത്തിങ് എക്സസൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. നമ്മുടെ എങ്ങനെയാണ് ബ്രീത്തിങ് എക്സസൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ തന്നെ പറഞ്ഞു തരികയും. കേൾക്കുന്നില്ല? ഓക്കെ. അപ്പൊ അത് നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്താൽ മതി. നമ്മുടെ കണക്ട് ചെയ്താൽ നമ്മുടെ ആ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരികയും ചെയ്യാം, എങ്ങനെയാണ് ബ്രീത്തിങ് എക്സസൈസ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ പോസിറ്റീവ് തിങ്കിങ് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ടീമുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു സർക്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് അതിന് പ്രധാനമായിട്ട്. നല്ലൊരു കൂട്ടുകാരെ, നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന നല്ല കൂട്ടുകാരോട് സംസാരിക്കുക. ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഉണ്ടാവുന്ന പോസിറ്റീവ് എനർജി, ഹാപ്പി ഹോർമോൺസുകൾ വർദ്ധിക്കാനൊക്കെ അത് കാരണം. ഹലോ എത്ര ദിവസം ചെയ്യാം സാർ? നമുക്ക് എന്നും ഡെയിലി ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? ഈ ബ്രീത്തിങ് എക്സസൈസ് എന്നൊക്കെ പറയുന്നത് നമ്മള് സ്ഥിരം ചെയ്യുന്നതാണ്. അതായത് നമ്മൾ പ്രോപ്പർലി എല്ലാ ദിവസവും നമ്മൾ ബ്രീത്ത് എടുക്കുന്നുണ്ട്. ആ ബ്രീത്തിനെ തന്നെ നമ്മളൊന്ന് ഒരു ടൂളാക്കി ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാം. കാരണം നമ്മൾ ചെയ്യുന്ന ബ്രീത്തിങ്ങില്ലേ, ബ്രീത്തിങ് എക്സസൈസുകൾ പല രീതിയിലുണ്ട്. പക്ഷെ നമ്മൾ റിലാക്സ് ആവാൻ നമ്മൾ നോർമലി എടുക്കുന്ന ബ്രീത്തിങ്ങിനെ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ നമുക്ക് കഴിയും. റിലാക്സ്, ഞാൻ ജസ്റ്റ് ഒരു നിങ്ങൾ ഇപ്പം വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് തന്നതാണ്. അതായത് നമ്മൾ നോർമലി എടുക്കുന്ന ബ്രീത്തിങ്ങിനെ തന്നെ, ഇപ്പൊ നിങ്ങളൊരു കസാലയിൽ ഇരിക്കുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രീത്തിങ്ങിനെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചു നോക്കും. വേറൊന്നും കൂടുതലായിട്ട് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, കൂടുതലായിട്ട് ബ്രീത്ത് ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയൊന്നും വേണ്ട. നോർമലി ഉള്ള ബ്രീത്തിങ്ങിനൊന്ന് ആ ഒരു താളം നോക്കുമ്പോൾ അതില് ആരൊന്ന് കാര്യമായിട്ട് ബ്രീത്ത് എടുത്തിട്ടില്ല. അപ്പൊ ഈ ഒരു ബ്രീത്തിങ് തന്നെ നമ്മുടെ എന്താവും, ഈ ഉള്ളിലുള്ള ഓർഗാൻസുകളൊക്കെ ഒന്ന് കാമാക്കും. ഈ ഒരു കാംനെസ് കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ചില പ്രശ്നങ്ങളൊക്കെ അങ്ങ് ഒരുക്കി തീർന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിറ്റ് വേണമെങ്കിൽ ചെയ്യാം, ഒരു ബ്രീത്തിങ് എക്സസൈസ് എന്നുള്ള രൂപത്തിൽ വേണമെങ്കിൽ ചെയ്യാം. കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് ഇനി ക്ലിയർ ആവാൻ വേണ്ടത്? ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാല് നമ്മുടെ മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും രണ്ടും പരസ്പരം കണക്റ്റഡ് ആണ്. മനസ്സുകൊണ്ടും നമുക്ക് ശാരീരികമായിട്ട് അസുഖം ഉണ്ടാകാം,
ശരീരം കൊണ്ട് നമുക്ക് മാനസികമായിട്ട് അസുഖം ഉണ്ടാകും. അപ്പോൾ രണ്ടിനെയും നമ്മൾ ബാലൻസ് ചെയ്യാന്നുള്ളത്, രണ്ടിനെയും നമ്മൾ നല്ല രീതിയിൽ പിന്നെ വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതാണ്. മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശാരീരികമായിട്ടുള്ള ആരോഗ്യം നമുക്കുണ്ടാവും. ശരീരത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ആരോഗ്യം ഉണ്ടാവും. ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം നമ്മൾ ഏതാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് അതായത് നമ്മൾ ശരീരത്തിൽ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ മൈൻഡിനോട് ഉള്ളതാണ്. ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് അത് ദഹിക്കുന്നില്ല എങ്കിൽ അത് നമ്മുടെ മനസ്സിനോട് ബാധിക്കുകയാണ്. നമ്മുടെ കുടലിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ മൈൻഡുമായിട്ട് ബ്രെയിനുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അവിടെ ബ്ലോക്ക് സംഭവിക്കുമ്പോൾ നമ്മുടെ മൈൻഡ്, നമ്മുടെ മൂഡ്, ഇതെല്ലാം മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകാൻ ഒരു കാരണമാണ്. അപ്പൊ നിങ്ങളിപ്പോ ഒരു നല്ലൊരു എന്താ പറയാ ഹെൽത്തി ഫുഡ് സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് എല്ലാ സമയത്തും ഇതേ രീതിയിൽ എന്നല്ല, നിങ്ങൾക്ക് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് സിസ്റ്റം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുക പറഞ്ഞത് അത് ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണങ്ങളും അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും അത് കൃത്യമായ ലെവലിൽ അത് എത്തിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ മനസ്സിന്റെ ശരീരത്തിലേക്ക് ഊർജ്ജമായിട്ട് കിട്ടുന്നത്. അപ്പോൾ കഴിക്കുന്നത് എന്തായാലും നമ്മുടെ ശരീരത്തിന് ഉപകാരപ്പെടുന്നതാവുക എന്നുള്ളതാണ്, ശരീരത്തിന് മനസ്സിന് ഉപകാരപ്പെടുന്നതാവുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു പാരമ്പര്യമായിട്ട് ശീലിച്ച ഒരു ഭക്ഷണ രീതി ഉണ്ട്, അതെന്നെ കഴിക്കുക. പിന്നെ രാവിലെ വിശന്നാലും ഇല്ലെങ്കിലും ഒരു 10 മണിയാകുമ്പോൾ വേറെ അടുത്ത ഫുഡ്, 11 മണിയാകുമ്പോൾ അടുത്ത ഫുഡ് അല്ലെ, അങ്ങനെ ഉച്ചക്ക് വേറെ ഫുഡ്, വൈകുന്നേരം വേറെ ഫുഡ്, രാത്രി ഒരു 8 മണിക്കൊന്ന്, 10 മണിക്കൊന്ന്, അങ്ങനെ ഒരു ടൈമിംഗ് ഇല്ലാതെ നമ്മളിങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തെ ഡൗൺ ആക്കാനും പലവിധ അസുഖങ്ങൾ ഉണ്ടാക്കാനൊക്കെ അത് കാരണമാകും. അത് തന്നെയാണ് നമ്മുടെ മനസ്സിനെ അതുണ്ടാകുന്ന കയറി ഭരിക്കാനായി കാരണമാണ്, മാനസികാരോഗ്യം നഷ്ടപ്പെടാൻ കാരണമാണ്. ചോദിക്കാനുള്ള ആളുകൾക്ക് എന്തെങ്കിലും ചോദിക്കാം. പോസിറ്റീവ് തിങ്കിങ് കൂട്ടിക്കൊണ്ടുവരുന്നത് എങ്ങനെ? പീരീഡ് ടൈം എന്തുകൊണ്ടാണ് മൂഡ് സ്വിങ്സ് വരുന്നത്? ഹോർമോൺ ചേഞ്ച്. അവിടെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുന്നതുകൊണ്ടാണ്. ശരീരത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, അവിടെ നല്ലൊരു ശരീരവുമായിട്ട് കണക്റ്റഡ് ആണ് അവിടെ മൂഡ് എന്നുള്ളത്. അപ്പൊ നമ്മുടെ ശരീരം നന്നായി തളരുന്ന സമയത്ത് മാനസികമായിട്ട് നമ്മൾ എന്താവുന്നതാണ്, തളരുകയാണ്. അതെപ്പോഴാണ് നമുക്ക് പക്വമായ തീരുമാനം ചില സമയത്ത് എന്താവുക, ഡൗൺ ആവുക, ചിലപ്പോൾ നമ്മൾ വല്ലാതെ ചൂടാവുന്നുണ്ടാവും. ഇപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് നമ്മൾ ആലോചിക്കുന്നത് അങ്ങനെ ചൂടാവേണ്ടതില്ലായിരുന്നല്ലോ എന്നുള്ളതൊക്കെ. അപ്പൊ ഈ ഒരു സാധനം നമ്മൾ തിരിച്ചറിയാന്നുണ്ടാവുമ്പോൾ, ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുമ്പോൾ ഒരുപാട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് സൈക്കോ എഡ്യൂക്കേഷൻ എന്നുള്ളത് പ്രധാനമാണ്. നമ്മൾ അറിയാം ഈ ഒരു വിഷയം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ചില സമയത്ത് നമുക്ക് നെഗറ്റീവ് തോട്ട് ഉണ്ടായി, അതിന് ശേഷമാണ് നമുക്ക് ഹലോ കേൾക്കില്ലേ? ഓക്കെ, അതിനുശേഷമാണ് നമുക്ക് ഒന്ന് ശരീരം മൊത്തം ഒരു തളരല, ഒരു പേടി പോലെ, ഒരു ഫിയർ പോലെയൊക്കെ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പേഴ്സണലി നമുക്ക് ക്യൂർ ചെയ്യാൻ കഴിയും. അതായത് ഞാൻ ആ വിഷയം ഈ ഒരു സെൻസിൽ എടുത്തത് കൊണ്ടാണ് എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്. ഇപ്പൊ നിങ്ങൾ തീരെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ, നിങ്ങളോട് എന്തെങ്കിലും ചൂടായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ വല്ലാതെ അക്രമം കാണിച്ചുള്ള ആളുകൾ, അവരെ രണ്ടാമത് ഏതെങ്കിലും നല്ലൊരു കല്യാണ ഫംഗ്ഷനിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു മൂവ്മെന്റിലായിരിക്കും അവരെ കാണുന്നുണ്ടായിരുന്നെങ്കിൽ അയാളെ കാണണല്ലോ എന്നുള്ള ആ ഒരു തോട്ട് നിങ്ങളെ മൈൻഡിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കാണ്, പിന്നെ നിങ്ങളെല്ലാ മൂടും പോവാണ്. അതായത് അവരോടുള്ള ഒരു അമർഷം നമ്മുടെ ശരീരത്തെ കൊണ്ട് ബാധിക്കുകയാണ്. നമ്മുടെ ഹോർമോണൽ ഇംബാലൻസിങ് കൊണ്ട് ഉണ്ടാവുകയാണ്. നമുക്ക് പെട്ടെന്ന് ആ ഒരു ഇതുണ്ടല്ലോ, ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് നമ്മുടെ സിമ്പതറ്റിക് കൊണ്ട് ഹലോ ഓക്കെ ഫീൽ ചെയ്തിട്ടില്ലേ? അതായത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്, സെയിം അവസ്ഥ തന്നെ. ആ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നതിന്റെ റീസൺ എന്താ? അവിടെ അയാൾ എന്തെങ്കിലും ചെയ്യുന്നോ? നമുക്ക് അയാളോട് ദേഷ്യമുള്ളതിന്റെ പേരിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? അവിടെ അയാൾ കൂളായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, പക്ഷെ ആ കല്യാണം മൊത്തം എന്തായിട്ടുണ്ടാവും, ആരോ കൊണ്ടുപോയിണ്ടാവും. നമുക്ക് ഒരു ഭക്ഷണം പോലും നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം എന്താ? നമ്മുടെ മൈൻഡ് ഈ ഒരു വിഷയത്തിന്റെ പേരിൽ അങ്ങ് പോയിട്ട്. അപ്പോ ഈ തോട്ട്സ് എങ്ങനെയാ റിക്കവർ ചെയ്യാന്നുള്ളതാണ് പ്രശ്നം. ചിന്തകൾ വരുമ്പോഴേ സ്വന്തമായിട്ട് റിക്കവർ ചെയ്യാനുള്ള മാർഗം എന്താന്നുള്ളതാണ്. അതെ, അതിനെ റീകവർ ചെയ്യാനുള്ള ഫസ്റ്റ് മാർഗമാണ് ഒന്നെന്നുള്ളത്, ഇത് ഒരു സൈക്കോ എഡ്യൂക്കേഷൻ ഉണ്ടാവുക എന്നുള്ളത്.
ഇത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇത് ഇന്ന കാരണം കൊണ്ടാണ് ഉണ്ടായത്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചാൽ ഇങ്ങനെയാണ് എനിക്ക് സംഭവിക്കുന്നത്. ഈ ഒരു കാര്യം സെൽഫ് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മളെ ഹെൽത്തി ആക്കാനുള്ള മാർഗം. അതിലാണ് പിന്നെ നമ്മളെ പോസിറ്റീവ് ചിന്തകൾ കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മൈൻഡിലുള്ള ബ്ലോക്കുകൾ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ കൗൺസിലേഴ്സിനെ സമീപിക്കുന്നത്. അപ്പൊ പിന്നെ എന്തെങ്കിലും ചെറിയ വിഷയങ്ങളെ ഉണ്ടാവും, പക്ഷെ നമ്മൾ ആ വിഷയം സംസാരിച്ചാല് നമുക്ക് എന്താവും, അവിടെ അങ്ങ് തീരും. ഇല്ലെങ്കിൽ പിന്നെ അതായത് ഒരാളെ കണ്ട് നമ്മൾ അതിന് പ്രോപ്പർലി നമുക്ക് അതിന് പരിഹാരമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ കഴിഞ്ഞു. മറിച്ച് ഇത് നമ്മൾക്കൊരു പനി ഉണ്ടായി, അല്ലെങ്കിൽ കൈക്ക് ഇവിടെ ഒരു കുരു ഉണ്ടായി. ഈ കുരു ഉണ്ടായിട്ട് നമ്മൾ അതിനെ തീരെ ട്രീറ്റ് ചെയ്തില്ല. അത് വലുതായി ചെറിയൊരു കുരുവേ ഉണ്ടാവുള്ളൂ. സംഭവം തുടക്കത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ട്, ചെറിയൊരു കുരുവേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ തീരെ ട്രീറ്റ് ചെയ്തില്ല, തീരെ മെയിൻ ചെയ്തില്ല. പക്ഷെ നമുക്ക് വേദന ഉണ്ടാവാറുണ്ട്. ചെറുതല്ലേ നമ്മൾ മാറ്റി നിർത്തി. ഈ ഒരു കുരു ആയിരിക്കും പിന്നെ വലുതായിട്ട് നമുക്കൊരു മുഴയായിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രയാസമുള്ള ഒരു സാധനമായിട്ട് മാറുന്നത്. ഇതേപോലെയാണ് ചില നെഗറ്റീവ് തോട്ട്സുകളാണ്, ചില നമ്മളെ മാനസികമായിട്ടുള്ള നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില ഡിസോർഡേഴ്സുകളാണ്, ചില പ്രശ്നങ്ങളാണ്. ചെറിയ പ്രശ്നങ്ങളായിരിക്കും, നമ്മൾ ആരോട് ഷെയർ ചെയ്യാത്ത പ്രശ്നമായിരിക്കും. പക്ഷെ നമുക്കത് പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറുതല്ലേ, അല്ലെങ്കിൽ ഇത്രല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ട് നമ്മൾ അവിടെ വെക്കും. അതാണ് പിന്നെ വലിയ പ്രശ്നങ്ങളായിട്ട് നമ്മുടെ ശാരീരിക രോഗമായിട്ട് മാറാൻ വരെ കാരണമാകുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് മാറാനൊക്കെ കാരണമാകുന്ന കാര്യങ്ങൾ അതാണ്. നമ്മൾ എത്ര ഗുളി കുടിച്ചിട്ട് നമ്മുടെ അസുഖം മാറുന്നുണ്ടാവില്ല. അതിന്റെ പ്രധാന റീസൺ എന്തായിരിക്കും? ഇങ്ങനെ എന്തോ ഒരു ബ്ലോക്ക് ആയിരിക്കും. മൈൻഡിൽ ഉണ്ടായിട്ടുള്ള ഇങ്ങനത്തെ ചില നെഗറ്റീവ് തോട്ടുകളും ബ്ലോക്കുകളും ആയിരിക്കും. ഇതിനെ നമ്മൾ കൃത്യമായിട്ട് ക്യൂർ ചെയ്യുക എന്നുള്ളതും ആ സംഗതിയെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതും അതിനനുസരിച്ച് വേണ്ട ആളുകൾക്ക് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവർക്കും കൗൺസിലേഴ്സിന് ചില സമയത്ത് കൗൺസിലിംഗ് വേണ്ടി വരും. കാരണം എന്താ പറഞ്ഞാൽ ആ ഒരു തോട്ട് നമ്മൾക്ക് ഉണ്ടാവുന്ന തോട്ട് എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുക ഇതൊരു പ്രശ്നമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഡോക്ടേഴ്സിന് പനി ഉണ്ടാവൂലേ? ഡോക്ടർമാർ അത് മോശമായിട്ട് കരുതും. അത് ഒരു പനി ഉണ്ടായി, ഞാൻ ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് പനി ഉണ്ടാവാൻ പറ്റില്ല, അങ്ങനെയാണത്. ഇതേപോലെ തന്നെ ഇതേപോലെയുള്ള കോമൺ ആയിട്ടുള്ള വിഷയങ്ങളാണ് മനസ്സിന്റെ അസുഖങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിന് എന്തോ ഒരു വിഷയം ഉണ്ടെന്ന് തോന്നുമ്പോൾ എന്റെ മാത്രം അസുഖമാണിത്, ഇത് ആരോടും പറയാൻ പറ്റാത്തതാണ്, ഇത് അങ്ങനത്തതാണെന്നുള്ളൊരു സ്പെസിഫിക്കേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. എന്റെ പ്രോബ്ലം ആണ്, എന്റെ മാത്രം ആരോടും പറഞ്ഞാൽ തിരിയാത്ത ഒരു പ്രശ്നമാണ്, ഞാൻ മാത്രം ഉള്ളിലൊതുക്കി സഹിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെന്താക്കും, നമ്മൾ ഏറ്റവും വലിയൊരു പ്രശ്നമാക്കി കൊണ്ടുപോകും. സംഭവം ചെറിയൊരു പ്രശ്നമായിരിക്കും. അത് പറയേണ്ട ആളോട് നമ്മൾ ഷെയർ ചെയ്താൽ നമുക്ക് തന്നെ ബോധ്യപ്പെടും ഇത്രയേ ഉള്ളൂ പ്രശ്നം, ഇതിന് ഇന്ന കാര്യം ചെയ്താൽ മതി. ഈ രീതിയിൽ നമ്മൾ മാറിയാൽ ഇത്രയും പ്രോബ്ലം ഉള്ളൂ എന്നുള്ളത് നമുക്ക് തന്നെ ബോധ്യപ്പെടും. ആ കാര്യമാണ് നമ്മൾ ഇത് എന്റെ മാത്രം പ്രോബ്ലം ആണ്, എന്നെ ഒരാൾക്കും മനസ്സിലാവില്ല എന്നുള്ള തരത്തിലേക്ക് നമ്മളെന്താക്കുന്നത്, അങ്ങോട്ട് തകർക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യം, ഞാൻ തുടക്കത്തിൽ പറയാനുണ്ടായ റീസൺ അതാണ്, നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചു എന്നുള്ളതാണ്. നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ശരീരം ഇങ്ങനെ ഫാറ്റ് കൂടുമ്പോൾ നമ്മളാണ് തകരുന്നത്. അത് നമ്മുടെ എല്ലാ മാനസിക ശാരീരിക എല്ലാ പ്രശ്നങ്ങൾക്കും അത് കാരണമാകുന്നുണ്ടല്ലോ. ഇതേപോലെ നമ്മുടെ മനസ്സിന് നമ്മുടെ സമയം കണ്ടെത്തണം. നമ്മുടെ ഒരു ദിവസം, ഏതെങ്കിലും ഒരു സമയം, ഓരോ ദിവസവും നിങ്ങൾ കാണല്ലോ. എന്താ ഞാനൊരു ഉദാഹരണം പറയുന്നത്, അങ്ങനെ പിന്നെ നിങ്ങളുടെ ഫോൺ, എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. ഓരോരുത്തരും വ്യത്യസ്തങ്ങളായിട്ടുള്ള GB ഉള്ള ഫോണുകളായിരിക്കും. ചില ഫോണിൽ പെട്ടെന്ന് ഡാറ്റ ഫുൾ ആവും. ക്ലിയർ ഇല്ല സാറേ. ക്ലിയർ ഇല്ല? ഇപ്പൊ ക്ലിയർ ഉണ്ടാവും? ക്ലിയർ ഉണ്ട്. എന്താ പറഞ്ഞേ? റേഞ്ച് പ്രോബ്ലം തോന്നുന്നു. ഓക്കെ, റേഞ്ച് പോയോ? ശരിയായി, ഇതുവരെ കേട്ടിരുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ എന്താ പറഞ്ഞേ ലാസ്റ്റ്? ആരാ ശ്രദ്ധിക്കുന്നു നോക്കട്ടെ. മൊബൈലില് ഡാറ്റ ഡാറ്റ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡാറ്റകളായിരിക്കും. പക്ഷെ ഈ ഡാറ്റ നിറഞ്ഞാലേ ചെറിയ മെസ്സേജുകളായിരിക്കും, നിങ്ങൾ ഓരോ ഗ്രൂപ്പുകളുള്ള മെസ്സേജുകളായിരിക്കും. ഈ ഡാറ്റകൾ നിറഞ്ഞാല് ഫോൺ എന്താ സംഭവിക്കുക? ഹാങ് ആവും എന്ന് പറഞ്ഞാല്
നമ്മൾ ആവശ്യങ്ങളൊന്നും നടക്കൂല. അതിന്റെ ഒരു ഭാഷയെ പറഞ്ഞാല്, ആ ഒരു ഡിവൈസിന്റെ ഭാഷയെ പറഞ്ഞാല് പ്രോപ്പർ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ, ഈ സിസ്റ്റം എന്താണോ ഉദ്ദേശിച്ചത് അത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സമയത്ത് നമുക്ക് തരാൻ പറ്റൂല. അല്ലേ? അല്ലേ? അതെ. ഇതേപോലെയാണ് ഈ സാധനം. നമ്മൾ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഡിലീറ്റ് ചെയ്താൽ എന്താവും? അവിടെ സ്പേസ് ഉണ്ടാവും. അവിടെ പിന്നെ നമുക്ക് നല്ല ഫയലുകൾ, ഒരുപാട് നല്ല ഫയലുകൾ, നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ള സ്പേസുകൾ അവിടെ ഉണ്ടാവും. ഇത് ഫുള്ള് ഹാങ് ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ മൊത്തം സ്റ്റക്ക് ആവും. സ്റ്റക്ക് ആയതിന്റെ റീസൺ എന്തായിരിക്കും? ഇതിലിപ്പോ ഏതെങ്കിലും റീസണ് പ്രത്യേകം വലിയ എന്തെങ്കിലും റീസൺസ് ഉണ്ടോ? ചെറിയ ചെറിയ മെസ്സേജുകൾ, കുറെ ചെറിയ മെസ്സേജുകൾ വന്നപ്പോൾ വലിയ ബ്ലോക്കായി. ഇത്രയല്ലേ ഉള്ളൂ? അല്ലേ? ഇതേപോലെയാണ് ചെറിയ നെഗറ്റീവ് തോട്ട്സുകൾ കൂടി വലിയ ബ്ലോക്കായി. അങ്ങനെ വലിയ നെഗറ്റീവായി. അതിൽ ഓരോന്നിലേക്ക് ഇറങ്ങി ചെറുതൊന്നായിരിക്കും. ആ ഓരോ ചെറിയ കാര്യങ്ങളാണ് വലിയ ബ്ലോക്ക് ആയിട്ട് നിങ്ങളെ മൈൻഡിൽ കൂടിയിട്ടുള്ളത്. ഈ സാധനത്തെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സമയത്ത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ വരും? ഇതിങ്ങനെ ഹാങ് ആവും. ആ ഒരു ഹാങ് ആണ് നേരത്തെ മൂഡ് ഡിസോർഡർ ആണില്ലേ? അതേപോലെ തന്നെ നമ്മൾ ചില സമയത്ത് ഉണ്ടാവും, നമ്മൾ ചിരിക്കേണ്ട സമയമായിരിക്കും, അല്ലെങ്കിൽ നല്ലോണം സംസാരിക്കേണ്ട സമയമായിരിക്കും. ഒരു ചൂടാവാനുള്ള ഒരു സാധ്യതയും ഒരു സാഹചര്യം ഇല്ലാത്ത സമയത്തായിരിക്കും നമ്മൾ അവിടെ കയറി ചൂടാവുന്നുണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ ചില ടീച്ചേഴ്സ് കണ്ടില്ല, വീട്ടിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ അത് കുട്ടികളോട് വന്നു തീർക്കും. ചില ബിസിനസ്സുകാർ അവരുടെ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് വീട്ടുകാരോട് വന്നു തീർക്കും. എന്താ സംഭവം? അവര് മനഃപൂർവ്വം ചെയ്യുന്നതല്ലത്. ഈ ബ്ലോക്ക് ഇങ്ങനെ കൊണ്ട് ഒഴിവാകും. പ്രോപ്പർ അല്ലാത്ത സോറി അങ്ങനെ ചില ഏതെങ്കിലും ഒരു ടീച്ചർ അങ്ങനെ ചെയ്യാം. അങ്ങനെ എല്ലാ ടീച്ചർമാരും അങ്ങനെയാന്ന് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. എല്ലാ ബിസിനസ്സുമാരും അങ്ങനെയാന്നല്ല. പിന്നെ ഞങ്ങള് ചെറിയ കുട്ടികളായിരിക്കുമ്പോ എല്ലാരും എങ്ങനെ അവർക്ക് അപ്പുണ്ടാവുന്ന ദേഷ്യം നമ്മളോട്ട് തീർക്കാൻ. അതെ അവസരം കിട്ടിയപ്പോ മുതലാക്കുകയാണ് അല്ലെ? ടീച്ചർ അങ്ങനെയൊന്നല്ല, നേരത്തെ പറഞ്ഞിട്ടുള്ള ടീച്ചർ അങ്ങനെയൊന്നല്ല. ഓക്കെ, അപ്പൊ ഓക്കെ ആണോ? നമ്മൾ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഓക്കെ ആണോ? അപ്പം നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം ഇമ്പോർട്ടന്റ് ആണ്. നമ്മളാക്കുന്നത് നമ്മുടെ മനസ്സ് കൂടിയാണ്, മനസ്സാണ് എന്നുള്ള പോലെ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ മനസ്സിന് നമ്മൾ നല്ല പ്രാധാന്യം കൊടുക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ ശരീരത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു സാറിന്റെ പേരെന്തായിരുന്നു പറഞ്ഞേ? എന്റെ പേര് മുസമ്മിൽ ആണ്. ഓക്കെ, മുസമ്പിൽ. അതിന്റെ കൂടെ അയ്യല് കൂട്ടിയാൽ നമുക്ക് മുസമ്മിൽ എന്നാണ് പേര്. നമ്പർ കിട്ടോ വഴിയുണ്ടോ? ചെയ്യാൻ തരുമോ? നിങ്ങള് ഗ്രൂപ്പുകളിൽ നിന്ന് ചോദിച്ചാൽ മതി അല്ലേ? ഓക്കെ, അവര് അയച്ചു തരും, നമ്പർ അയച്ചു തരും കേട്ടോ. ഓക്കെ, ഗൈഡൻസ് കൂടെ വേണം, അതുകൊണ്ടാ. ഓ ആയിക്കോട്ടെ. ഇപ്പൊ നമ്മളൊരു ബോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയൊരു ടീം വരുന്നുണ്ട്. അതിൽ നമ്മുടെ മൈൻഡ് ആൻഡ് ഹെൽത്തി വെൽനസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. ജെറിൻ വെൽനസ് ഹബിന്റെ ആയിട്ടുള്ള വരുന്നൊരു സംഭവമാണ്. അതിൽ നമ്മുടെ മാനസികാരോഗ്യം നമ്മുടെ ബി ബോർഡ് എന്നാണ് അതിന്റെ പേര് തന്നെ. ബോണ്ട് ആവുക എന്നുള്ളത്, നമ്മളൊരു ബോൾഡ് ആവുക എന്നുള്ളത്. ഓക്കെ, അപ്പോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ സമയത്ത് ജോയിൻ ചെയ്യാം. ഓക്കെ, ഓഡിബിൾ അല്ലേ? അതെ സാർ. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുള്ളത് കാര്യമായിട്ട് നമ്മുടെ ഈ രണ്ട് കാര്യങ്ങളും പരസ്പരം കണക്റ്റഡ് ആണ്. രണ്ടിനെയും നമ്മൾ നല്ല രീതിയിൽ പരിഗണിക്കേണ്ടതുണ്ട്. നമ്മള് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓടുന്നത്. നമ്മളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ജോലിക്കാരാണെങ്കിൽ, മറ്റുള്ള ഒരാളെ അവിടുത്തെ ജോലി എന്താണോ ആ കാര്യത്തിന് വേണ്ടി നമ്മൾ ഓടുന്നുണ്ടാവാം. അല്ലെങ്കിൽ പിന്നെ വീട്ടില് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണ്ടാവും. അതൊക്കെ അത് നമ്മുടെ ബാധ്യതയാണ്, നമ്മൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, അത് നമ്മുടെ ഡ്യൂട്ടി കൂടിയാണ്, നമ്മൾ ചെയ്യേണ്ടതാണ്. ഞാൻ അതിനെ നിസ്സാരമാക്കിയതോ ചെറുതാക്കിയതോ അല്ല. നമ്മുടെ കോറായിട്ടുള്ള സാധനമാണ്, ചെയ്യേണ്ടതാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിപ്പോ ചിലവഴിക്കുന്നത് പോലെ, നിങ്ങൾ ശരീരത്തിന് വേണ്ടി ചിലവഴിക്കുന്നത് പോലെ തന്നെ നിങ്ങളെല്ലാവരും അത് ചിലവഴിച്ചത് കൊണ്ടാണല്ലോ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ എത്തിയിട്ടുള്ളത്. ഈ ഒരു കാര്യം ഇപ്പൊ നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നതായാലും എക്സസൈസ് ചെയ്യുന്നതായാലും നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ട്, മനസ്സിന് വേണ്ടിയിട്ട് ചെറിയൊരു സമയം നിങ്ങൾ ചിലവഴിക്കുക. നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, മനസ്സിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഒരു ഡെയിലി ചെറിയൊരു സമയം 5 മിനിറ്റ് എങ്കിലും നമ്മൾ
5 മിനിറ്റ് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം കൂടി നമുക്ക്, നമ്മുടെ മനസ്സുകൂടി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഓക്കെ, നമ്മുടെ ശരീരത്തെ വേറെ ആർക്കും ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല, നമ്മളെ മനസ്സിനെ വേറെ ആർക്കും ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മളെ മനസ്സിനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. നമുക്കൊരു പനി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും കൊണ്ടുപോകാം. നമ്മളെ മനസ്സിലുള്ള എന്തെങ്കിലും ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. വേണ്ടേ? വേറെ ആർക്കോ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഇയാൾക്ക് ഇതാണെന്ന്? എന്റെ മൈൻഡിൽ കൊണ്ടുപോയി എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, അത് കാരണമായിരിക്കും ഞാൻ ഡിപ്രസ്ഡ് ആവുന്നത്, ഞാൻ വളരെ ടെൻഷഡ് ആവുന്നത്. ആ സാധനം വേറെ ആൾക്ക് പറഞ്ഞു തരാൻ കഴിയില്ലല്ലോ. എന്റെ മൈൻഡിൽ എത്രത്തോളം ഇന്റൻസീവ് ആയിട്ടാണ് അത് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്, അല്ലേ? അപ്പോ ഇത് നമ്മൾ തന്നെ ക്യൂർ ചെയ്യാൻ, പേഴ്സണലി ക്യൂർ ചെയ്യാൻ പറ്റുന്ന, അതായത് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ അതിൽ മാറ്റം വരുത്താൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ശരീരം ഹെൽത്തി ആയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഹെൽത്തി ആണ്. അപ്പോൾ അതിന് നമ്മൾ സമയം കണ്ടെത്തുക. ഇനി തിരിച്ചാണുള്ളതെങ്കിൽ മൈൻഡിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്യൂർ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ. നമ്മൾ വൈൻഡപ്പ് ചെയ്താലോ? നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. നല്ല ക്ലാസ് ആയിരുന്നു. ഹലോ, ഓക്കെ, താങ്ക് യു. ബൈ, ഗുഡ്. കുറെ കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റി. ഓക്കെ ഓക്കെ, താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു സർ, വെരി ഗുഡ് ക്ലാസ്. താങ്ക് യു സാർ. ഓക്കെ ആരെവിടെ വീട് എവിടെയാ? നല്ല ക്ലാസ് ആയിരുന്നു സർ. കാലിക്കറ്റിലാണ്. സാർ ഭയങ്കര ക്ലാസ് ആയിരുന്നു. സംശയം ഞാൻ ടീച്ചറാണ്, രോഷ്നി. ഓക്കെ, താങ്ക് യു. സാറിനെ വിളിക്കണ്ടേ? ഓ എനിക്ക് കുറച്ച് ഒരു പ്രോബ്ലംസിലേക്ക് വരുന്നുണ്ട്, അതാ. ഓക്കെ ഓക്കെ, നമുക്ക് കണക്ട് ചെയ്യാം, സംസാരിക്കാം. ഹലോ, ഒരു സംശയം ഉണ്ട് ഡോക്ടറെ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ചോദിച്ചോളൂ. പിന്നെ ഫുഡിന്റെ കൂടെ തൈര് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞത് എന്തിനാ, നിർബന്ധാണ്? അത് നമ്മൾ ഡോക്ടറോട് ചോദിക്കേണ്ടതല്ലേ, ആ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. നിങ്ങൾക്ക് ഡോക്ടറോട് ചോദിക്കട്ടോ. ഓക്കെ. പിന്നെ നല്ല ക്ലാസ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു ക്ലാസ്. ഭയങ്കര മൈൻഡ് ശരിക്കും റിലാക്സ് ആയിട്ടോ സാറേ. ഓക്കെ, താങ്ക് യു. നമ്മൾ തന്നെ കുറെ കാര്യങ്ങൾ ഇത്രയും വലുതായിട്ടും നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആലോചിച്ചിട്ട് വന്ന് കല്യാണത്തിന് പോയൊരു കാര്യല്ലേ, നമ്മളായിട്ട് നമ്മളെ സമയം, നമ്മളെ സന്തോഷങ്ങളൊക്കെ നമ്മൾ തന്നെ നശിപ്പിക്കുന്നത് ഈ ചെറിയ തിങ്കിങ് കൊണ്ടേ, നെഗറ്റീവ് തിങ്കിങ് കൊണ്ടേ. ഓവർ തിങ്കിങ് ആണ് പ്രശ്നം. അത് എല്ലാന്നുള്ള സാറ് മനസ്സിലാക്കി തന്നെ ഭയങ്കര ഇതായിരുന്നു. ഓക്കെ, താങ്ക് യു താങ്ക് യു. അത് വലിയൊരു പോയിന്റ് ആയി ശരിക്കും. അത് ഒരു വളരെ മനസ്സിലേക്ക് കൊണ്ടിട്ടുണ്ട് അവര് പറഞ്ഞത്. താങ്ക് യു. ഓക്കെ, ചോദിക്കാനുള്ള ചോദിക്കട്ടെ എന്തെങ്കിലും. ഈ പോസിറ്റീവ് തിങ്കിങ് കുറച്ചും കൂടി കൊണ്ടുവരാനുള്ള ഒരു പോയിന്റാണ് സാറ് പറഞ്ഞത്, നല്ല ഫ്രണ്ട്സിനെ ആക്കുക എന്നുള്ളത്. അതല്ലാതെ വേറെ എന്തിലേക്ക് ആക്കാൻ പറ്റും ഈ ഒരു പോസിറ്റീവ് തിങ്കിങ് വരാൻ മൈൻഡ്? അത് എക്സസൈസ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് പിന്നെ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കുന്നതാണ്. മാത്രമല്ല മക്കളെ ചുംബിക്കുന്നത്, നിങ്ങളെ ഫാമിലിയുള്ള സ്വന്തം ഹസ്ബൻഡ് ഹഗ് ചെയ്യൽ വരെ നമുക്ക് ഹാപ്പി ഹോർമോൺ ഉണ്ടാക്കുന്നതാണ്. ഒരു പുഞ്ചി ഹാപ്പി ഹോർമോൺ എന്നുള്ള സാധനം ഇപ്പൊ ഉണ്ടാകുന്നേ ഇല്ല. ഹാപ്പിനെസ് എന്നുള്ളത് ഫീല് വരുന്നില്ല, ഓട്ടോമാറ്റിക്കലി വരുന്നില്ല മനസ്സിൽ. ഓക്കെ, അതിനുള്ളൊരു കാര്യമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് അടുത്ത് തന്നെ നമ്മൾ പുഞ്ചിരിക്കാൻ പറ്റുന്ന സമയത്ത് പുഞ്ചിരിക്കുക, മക്കൾക്ക് ഒരു ഉമ്മ കൊടുക്കുക, പിന്നെ ഹസ്ബൻഡിനെ ഹഗ് ചെയ്യുക, അതേപോലെ അമ്മനെ ഹഗ് ചെയ്യുക, അച്ഛനെ ഹഗ് ചെയ്യുക. ഈ ഹഗ്ഗിങ്ങിലൂടെയൊക്കെ നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല ഈ ഡോപ്പമിന് അതേപോലെയുള്ള ഈ ഹാപ്പി ഹോർമോൺസുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഹാപ്പി ഹോർമോൺസുകൾ തന്നെ നമ്മളെ ബാലൻസ് ആക്കാൻ, മൈൻഡ് ബാലൻസ് ആക്കാൻ കാരണമാകും. നെഗറ്റീവ് ഹോർമോൺസുകൾ കൂടുമ്പോഴാണ് നമ്മൾ എന്താവുന്നത്, നെഗറ്റീവ് തോട്ട്സുകൾ വരുന്നത്. അതേപോലെ തന്നെ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പം പറഞ്ഞല്ലേ, ഇതേപോലെയുള്ള സന്തോഷം കിട്ടുന്നതിലേക്ക് പോവാ അല്ലേ? അതെ അതെ. ഈ വർക്കൗട്ട് ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയം ഏതാ? രാവിലെ നല്ല സമയമാണ്, രാവിലെ നല്ലൊരു സമയമാണ്. പിന്നെ ഇനി ലാസ്റ്റ് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു പുസ്തകം സജസ്റ്റ് ചെയ്യാം. പുസ്തകത്തിന്റെ പേര് മോർണിംഗ് മിറാക്കിൾ, ദ മോർണിംഗ് മിറാക്കിൾ, ദ മിറാക്കിൾ മോർണിംഗ്, രണ്ടാലൊന്നാണ്. ആ ഒരു പുസ്തകം നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ്. രാവിലെ നമ്മൾ പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്, രാവിലെ നമ്മൾ ഹെൽത്തി ആയിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്, ആക്റ്റീവ് ആകുക എന്നുള്ളത് നമ്മുടെ മൈൻഡ് പോസിറ്റീവ് ആകാൻ, അതേപോലെ തന്നെ
നമ്മളെ ഈ ആരോഗ്യ പ്രോബ്ലം ഈ തൈറോയിഡ് ഉള്ള ആൾക്കാർക്കൊക്കെ സാറേ രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. കുറെ കാലങ്ങളായിട്ട് ശ്രമിക്കുന്നേ, പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല. നിങ്ങളുടെ ഡയറ്റും ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, അപ്പോൾ അത് ക്യൂർ ആവുകയും ചെയ്യും. ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്താക്കാം, ഇങ്ങനത്തെ സൈക്കോളജിക്കലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. വേറെന്താണ്? കൊയിലാണ്ടിയാണ് ഇവിടെ ഹൈസ്കൂളാ വർക്ക് ചെയ്യുന്നത്. രോഷ്നി എന്ന പേര്. നേരത്തെ പറഞ്ഞ ടീച്ചറിൽ നിങ്ങൾ പെടൂല കേട്ടോ. ഞങ്ങള് സൈക്കോളജി ഒക്കെ പഠിക്കുന്നുണ്ട്. വലിയൊരു മംഗളിന്റെ ബുക്ക് പഠിക്കുന്നുണ്ട്, കുട്ടികളെ എങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ളത്. അപ്പൊ ഈ പറഞ്ഞ കാര്യം പിൻവലിക്കേണ്ടി വരും. നമ്മളെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ കുട്ടികളോട് കാണിക്കുന്നില്ല. നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടേ, പ്രശ്നങ്ങൾ ഉണ്ടാവല്ല വേണ്ടത്. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് സെഷനിൽ കാണാം. ഓക്കെ, എല്ലാവരും ഹാപ്പി ഇരിക്കാം. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ, ഹെൽത്ത്, ഫിസിക്കലി ആൻഡ് മെന്റലി എല്ലാവർക്കും നല്ല ഫിറ്റ്നസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. ഓക്കെ അല്ലേ? താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സാർ.